ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നല്ല ദൈവം നമ്മെ ഈ ഓൺലൈൻ ധ്യാനത്തിലൂടെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ എത്തി പഠിപ്പിക്കുകയാണല്ലോ. ദൈവശക്തി വ്യാപരിക്കുന്നു എന്നുള്ള ഈ ധ്യാനത്തിൻ്റെ 30ാമത്തെ സെഷനിലേക്ക് നമ്മളിന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ 1-ാം പ്രമാണത്തെപ്പറ്റി നടത്തുന്ന 19ാമത്തെ സെഷനുമാണിത്. നമുക്ക് നല്ല ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ, തുറവിയോടെ, എളിമയോടെ കൂടി ആയിരിക്കാം. നമ്മൾ സഭയുടെ മതബോധന ഗ്രന്ഥം ത്തിലൂടെ നമ്മൾ അതിലെ ഓരോ ഖണ്ഡികകളും പരാമർശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണല്ലോ ഈ വിചിന്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2112ാമത്തെ ഖണ്ഡികയിൽ പ്രഥമ കൽപ്പന ബഹുദേവതാവാദത്തെ ശാപിച്ചു തള്ളുന്നു. മനുഷ്യൻ ഏകദൈവത്തെ അല്ലാതെ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കുകയോ മറ്റു ദേവന്മാരെ ആരാധിക്കുകയോ ചെയ്യരുത് എന്നത് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹ ആരാധനയെക്കുറിച്ച് 1-ാം പ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സഭ പഠിപ്പിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ 2 സെഷൻ നമ്മൾ അതേക്കുറിച്ച് വിചിന്തനമെടുത്തു. വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാട് പുസ്തകം 13-ലും പൗലോസപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്കുള്ള 1-ാം ലേഖനത്തിലും ഒക്കെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അതിനെ തുടർന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ 2-ാം വത്തിക്കാൻ കൗൺസിലിലൂടെ സഭ നൽകുന്ന പ്രബോധനം നമ്മൾ ശ്രദ്ധിച്ചു. സാംസ്കാരിക അനുരൂപണത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ എവിടെയാണ് 1-ാം പ്രമാണത്തിൻ്റെ ജാഗ്രതയിൽ നിന്നും വിട്ടുപോയി അപകടത്തിൽപ്പെടാൻ ഇടവരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ സഭയുടെ ആ പ്രബോധനത്തിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പങ്കുവെക്കലിൽ കുറച്ചുകൂടെ പ്രായോഗിക തലത്തിലേക്ക്, നമ്മുടെ ജീവിത മേഖലകളിലേക്ക്, അല്ലെ അജബലപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ വിഗ്രഹാരാധന പശ്ചാത്തലത്തിൽ കടന്നു വരികയാണ്. നമ്മൾ പഴയ നിയമത്തിൽ മക്കബായരുടെ പുസ്തകം 2-ാം പുസ്തകം 12ാമത്തെ അധ്യായത്തിൽ മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന യൂദാ മക്കബയനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചരമവാർഷികം ശ്രാദ്ധം നടത്തുമ്പോൾ വീട്ടിൽ വന്ന് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ ആ പ്രാർത്ഥനയ്ക്ക് വായിക്കാറുള്ളൊരു വചനഭാഗമാണ് ഇത്. നമുക്ക് പരിചയമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം അന്ത്യോക്കസ് രാജാവ് ഇസ്രായേൽക്കാരെ കീഴ്പ്പെടുത്തി ഇങ്ങനെ ഭരിക്കുമ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യുന്ന യൂദാ മക്കബയനും കൂട്ടരും ആ ഒളിപ്പോര് യുദ്ധം പോലെയാണ്. ആ യുദ്ധത്തിൽ അവർ ഒരു പ്രത്യേക സെഷൻ യുദ്ധത്തെക്കുറിച്ചിവിടെ പറയുകയാണ്. ആ യുദ്ധത്തിൽ അവർ ദൈവത്തിൻ്റെ സഹായം വളരെ വിനീതമായി ആഗ്രഹത്തോടെ ഉള്ളനീറി പ്രാർത്ഥിച്ചിട്ട് ആ ദൈവകൃപയുടെ കരുത്തിൽ അവർ യുദ്ധം ചെയ്തു. ആ യുദ്ധം അവർ വിജയിച്ചു. അങ്ങനെ വിജയിച്ച് സന്തോഷമായിട്ട് തിരിച്ചു വന്നുവെങ്കിലും അവർ ഞടുക്കത്തോടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം എടുത്തു, പ്രാർത്ഥന വഴി ഒരുങ്ങി യുദ്ധം ജയിച്ചു. എന്നിട്ടും എങ്ങനെ തങ്ങളുടെ കൂട്ടത്തിൽ ചില കൊല്ലപ്പെടാൻ ഇടവന്നത്? അങ്ങനെ ഒരു കലക്കം വന്നു. പക്ഷേ യുദ്ധമായതുകൊണ്ട് കൊല്ലപ്പെടാം, മരണമുണ്ടാകാം. എങ്കിൽ പോലും അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പിറ്റേ ദിവസം സാബത്ത് ദിവസമായിരുന്നു കൊണ്ട് എത്രയും വേഗം സന്ധ്യ ആയപ്പോഴേക്കും അവർ ഈ മൃതശരീരം എല്ലാം എടുത്തു കൊണ്ടുവന്നത് അടക്കം ചെയ്യുവാനായിട്ട് പ്രാർത്ഥനാപൂർവ്വം ഒരുക്കുകയാണ്.
അങ്ങനെ ഒരുക്കുമ്പോൾ അവർ ഞടുക്കുന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. അതേപറ്റി നമ്മളിവിടെ 2 മക്കബൂർ 12:39 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. യുദ്ധത്തിൽ മൃതി അടഞ്ഞവരെ പിതൃകുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പുറപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമിനയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. ഇതൊരു ഞടുക്കമായി അവർക്ക്. യാമിനയായിലെ വിഗ്രഹം, അവിടെയുള്ള ഏതോ ഒരു വിജാതി ആരാധനാലയം, അവിടെയുള്ള വിഗ്രഹം, അതിൻ്റെ ചിഹ്നം, അടയാളം, പടം കുത്തിക്കുറിഞ്ഞു വെച്ച തകിടുകൾ ഈ വ്യക്തികളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾക്കിടയിൽ തിരികെ വച്ചിരിക്കുന്നതായിട്ട് ഇവർ കാണുകയാണ്. ഇവരെ ഈ ശവശരീരങ്ങൾ അടക്കാനായിട്ട് ഒരുക്കുമ്പോൾ യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി. അപ്പം എങ്ങനെയാണ് ഇത്ര പ്രാർത്ഥിച്ചൊരുങ്ങിപ്പോയി വിജയിച്ച യുദ്ധം? അതിനകത്ത് നമ്മുടെ സഹോദരങ്ങൾ എങ്ങനെ കൊല്ലപ്പെട്ടു, എങ്ങനെ മരിക്കാനിടവന്നു, അതവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഈ ഒരു കാര്യം കണ്ടപ്പോൾ അവർക്ക് തിരിഞ്ഞു. അപ്പോൾ അവിടെ വചനം എടുത്തു പറയുകയാണ്, ഇവർ മരിക്കാൻ കാരണം ഇതാണെന്ന് ഏവർക്കും വ്യക്തമായി. ഇപ്പം വിഗ്രഹത്തിൻ്റെ യാമിനിയാലിയ വിഗ്രഹത്തിൻ്റെ ചിഹ്നമുള്ള തകിടുകൾ ശരീരത്തിൽ പേറിക്കൊണ്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ ദൈവ സംരക്ഷണം നഷ്ടപ്പെട്ടു പോയി എന്ന് തിരിച്ചറിയുക. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അത്യുന്നതൻ്റെ സംരക്ഷണം ഉള്ളത് ദൈവത്തിൻ്റെ തണലിൽ വസിക്കുന്നവർക്കാണ്. ദൈവത്തിൻ്റെ തണല് വിട്ട് സ്വന്തം വഴിക്ക് പോകുന്നവർക്ക് അത്യുന്നത സംരക്ഷണം ഇല്ല. 91 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്. കർത്താവിനോട് വേണം പറയാൻ, എൻ്റെ ആശ്രയം, എൻ്റെ സങ്കേതം, ഞാൻ അഭയം തേടുന്ന എൻ്റെ കോട്ട എന്ന് ദൈവത്തോട് പറയണം. ദൈവമല്ലാത്തതിനോട് പറയരുത്. അങ്ങനെ പോയ സംരക്ഷണമില്ല. അതിന് ബാക്കി നമ്മൾ കണ്ട 91 സങ്കീർത്തനത്തിൽ 14 വാക്യമൊക്കെ, അവൻ എന്നോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, എന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും, അവന് സംരക്ഷണം കിട്ടും. എങ്ങനെ? ഈ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ. ഇവിടെ ഈ സഹോദരങ്ങൾ കുറച്ച് പേര് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും നീയാണ് എന്ന് യാമിനയായിലെ വിഗ്രഹങ്ങളോട് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ അടയാളമാണ് ഈ തകിടുകൾ. അവർ അവിടെ ചെന്നിട്ടോ ആൾക്കാർ വഴിയെ സംഘടിപ്പിച്ചു. ആ തകിടിലെ വിഗ്രഹത്തിൻ്റെ ചിഹ്നമുണ്ട്. ആ ചിഹ്നം ധരിച്ചുകൊണ്ടാണ് ഇവർ യുദ്ധത്തിന് പോയത്. അപ്പോൾ അവർക്ക് ദൈവസംരക്ഷണം ഇല്ലാതെ പോയി, അവർ കൊല്ലപ്പെടാൻ ഇടവന്നു. ഇവിടെ വചനം പറയുകയാണ്, നീതിമാനായ വിധിയാളനും നിഗൂഢമായവയെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി. നിഗൂഢമായവയെ വെളിപ്പെടുത്തി. അപ്പോൾ അതൊരു വലിയൊരു മുന്നറിയിപ്പ് കിട്ടി. ആ മുന്നറിയിപ്പ് അവർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് എഴുതപ്പെട്ട് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ വായിക്കാൻ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അവർ തുറന്ന് എന്താ ചെയ്യുന്നത്? 42 വാക്യം, ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിലും മുഴുകി. പാപനിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചത് എന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. ഇത് കണ്ട് ജനങ്ങളെല്ലാം ഞടുങ്ങി. 2 രീതിയാണ്. രണ്ട് കാര്യം. ഒന്ന്, ഈ യാമിന വിഗ്രഹത്തിന്റെ ചിഹ്നം എന്തിനാ ഇവരെടുക്കാൻ പോയത്? ആരും അറിഞ്ഞില്ലല്ലോ ഇത്. 2, ഈ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുന്നു. ഈ 2 ജനക്കുമായിട്ട് നിൽക്കുമ്പോൾ വീരപുരുഷ യൂദാസ് പറഞ്ഞു, പാപനിമിത്തം വന്ന അനുഭവം എന്താണെന്ന് കണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. പാപത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ ചരിക്കരുത്, നിങ്ങൾ ദൈവസംരക്ഷണം ഇല്ലെന്നായി പോകും. പിന്നെ അവൻ 43 വാക്യം, അവരിൽ നിന്ന് 2000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാവപരിഹാരം ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വചനസഭ കാണുകയാണ്. ഇവിടെ പാപനിമിത്തം മരണമുണ്ടാകുന്നു. നമ്മൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ സംരക്ഷണം ഇല്ലാതെ പോകുന്നു. അത്യുന്നത തണല് വിട്ടു പോയി കഴിഞ്ഞപ്പോൾ ഈ തണല് വിട്ടുപോകുന്ന അനുഭവം അറിഞ്ഞുകൊണ്ടുണ്ടാകാനായിട്ട് പാടില്ല. ഒരു കാരണവശാലും നമ്മൾ കണ്ടു കഴിഞ്ഞതേക്കുറിച്ച് വിഗ്രഹം, ദേവൻ, ദേവി, അങ്ങനെ ദൈവങ്ങൾ, നാഥന്മാരെന്നൊക്കെ പറഞ്ഞ് ഏകസത്യദൈവമല്ലാത്ത അനേക സാന്നിധ്യങ്ങൾ, അനേക പ്രസ്ഥാനങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. എന്താണ് നമ്മൾ കുറച്ചെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. അതിന് അവയിലൂടെ പൈശാചിക അരൂപികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രബോധനമാണ്. അത് വെളിപാട് 13 നമ്മൾ കണ്ടു. പൗലോസപ്പോസ്തലൻ ആഴപ്പെട്ട് വിശ്വസിച്ച് നൊമ്പരത്തോടെ ജാഗ്രതയോടെ തൻ്റെ ദൈവമക്കൾക്ക് കൊരിന്ത്യർ സഭയ്ക്ക് നൽകുന്ന ഉപദേശം നമ്മൾ കഴിഞ്ഞ 2 സെഷൻ കണ്ടതാണ്. അതെല്ലാം മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വരാനായിട്ട്. അപ്പോൾ അറിഞ്ഞുകൊണ്ടെടുക്കാൻ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവ സംരക്ഷണം കളഞ്ഞു കുളിക്കുന്നു, അപകടത്തിലേക്ക് പോകുന്ന അർത്ഥം. ചിലപ്പോൾ അറിയാതെ പോലും നമ്മിലേക്ക് ഇങ്ങനെ സ്വാധീനങ്ങൾ കടന്നു വരാം. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങളല്ല, ഒരു 10-18 വർഷം മുമ്പ് പറത്താനം എന്നുള്ള ഇടവകയിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഈ വിടുതൽ ശുശ്രൂഷയുടെ കുറേ
ഗൗരവമുള്ള അനുഭവങ്ങൾ ദൈവം അവിടെ നൽകിയൊരു കാലഘട്ടമാണത്. ആ ഇടവയിലായിരിക്കുമ്പോൾ അന്ന് ഉണ്ടായ ഒരനുഭവം ഇങ്ങനെയാണ്. ഞാൻ അവിടെ ഇടവകയിൽ വികാരിയാണ്. അപ്പോൾ ഇടവക്കാർക്ക് വേണ്ടി ആഴപ്പെട്ട ഒരു ആത്മീയ ഉണർവിന് വേണ്ടിയിട്ട് ചിന്തിച്ചപ്പോൾ ഇടവക്കാർക്ക് വേണ്ടി താമസിച്ചുള്ള ധ്യാനങ്ങൾ നടത്താനുള്ള പ്രേരണ കിട്ടി. ഞാനത് കമ്മിറ്റിയിൽ കൈക്കാര്യന്മാരുമായിട്ട് ആലോചിച്ചു. പള്ളിക്കൽ സൗകര്യങ്ങളൊന്നുമില്ല, പരീക്ഷകൾ അവിടെ വന്ന് പള്ളിക്കലില്ല, സ്കൂൾ കുറേ ദൂരെയാണ്. എങ്കിലും പള്ളിക്കലുള്ള സൗകര്യം വെച്ച് ഇടവക്കാരെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പ് ധ്യാനങ്ങൾ നടത്താം, പള്ളിക്ക് താമസിച്ചുകൊണ്ട്. അപ്പോൾ ഒരു ഞായറാഴ്ച വന്നാൽ ശനിയാഴ്ച രാവിലെ പിരിയുള്ളൂ. അപ്പോൾ ഒരു ഗ്രൂപ്പ് പള്ളിക്ക് താമസിക്കുന്നു. അങ്ങനെ പള്ളിമുറിയിൽ ഭക്ഷണം ഉണ്ടാക്കാം, പള്ളിക്കകത്ത് തന്നെ ഉള്ള സൗകര്യമൊക്കെ ക്രമീകരിച്ച് കിടക്കാനും അങ്ങനെയൊക്കെ കുറച്ച് ടോയ്ലറ്റൊക്കെ താൽക്കാലികമായിട്ട് ക്രമീകരിച്ച് അങ്ങനെ എല്ലാമായിട്ട് ഞങ്ങൾ കുറേ ധ്യാനങ്ങൾ നടത്തുകയുണ്ടായി, മാസത്തിൽ 2 എണ്ണം വെച്ച്. അങ്ങനെ 10-14 ധ്യാനം ഏതാനും മാസങ്ങൾ കൊണ്ട് ചെയ്ത് ആ ഇടവക്കാർക്ക് അത് വലിയൊരു ആത്മീയ നവീകരണത്തിൻ്റെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അവസരമായിട്ട് മാറി. അപ്പോൾ ആദ്യത്തെ ധ്യാനം നടക്കുന്ന അവസരം അത് യുവതികൾക്ക് വേണ്ടിയുള്ള ധ്യാനമായിരുന്നു. അവർ നന്നായിട്ട് ഈ ധ്യാനത്തിന് വന്ന നാട്ടുപുറത്ത് ഉള്ള പെൺപിള്ളേരാണ്, ഒരുപക്ഷെ 10-50-60 പിള്ളേർ കൂടി തന്നെ ഓർമ്മ കിടക്കുന്നത്. അവരങ്ങ് ധ്യാനം കൂടുകയാണ്. നന്നായിട്ട് വചനമെല്ലാം കേട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് കുമ്പസാരത്തിൻ്റെ ദിവസം വന്ന് കുമ്പസാരിച്ചു. അത് കഴിഞ്ഞുള്ള ആ ദിവസത്തെ സെഷൻ, ഉച്ച കഴിഞ്ഞുള്ള സെഷൻ 2 മണി മുതൽ ജപമാല, അത് കഴിഞ്ഞൊരു പാട്ടൊക്കെ പാടി ശുശ്രൂഷകർ ഈ ഗ്രൂപ്പിനെ ഒരുക്കി. ഞാനൊരു 2:30 കഴിഞ്ഞപ്പോഴേക്കും ടോക്ക് കൊടുക്കാനായിട്ട് 2:45 ഞാൻ ടോക്ക് കൊടുക്കാനായിട്ട് വന്നു. അവിടെ മുമ്പിൽ വന്നവരെല്ലാം എണീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹാലേലിയ പാടി, ആ പാട്ടിൻ്റെ അവസാനത്തിൽ ഹാലേലിയ താളാത്മകമായിട്ടിട്ട് എല്ലാവരും കൈയടിച്ച് കണ്ണടിച്ച് അങ്ങനെ ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കൃപ ഞാൻ കണ്ടവിടെ. ഈ പെൺകുട്ടികളിലേക്കൊരു നൃത്ത അഭിഷേകം കടന്നു വരികയാണ്. നമ്മുടെ പഴയ നിയമത്തിൽ ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നൃത്തം ചെയ്ത് എല്ലാം മറന്ന് അങ്ങനെ നൃത്തം ചെയ്ത് പൊതുവഴിയിൽ പോലും ദാവീദ് നൃത്തം ചെയ്യുന്ന സംഭവം നമുക്കറിയാം. 2 സാമുവേൽ 6-ാമത്തെ അധ്യായത്തിൽ ആ നൃത്താഭിഷേകത്തിലേക്ക് കുട്ടികളിഞ്ഞ് വന്നു. ഇവർ നൃത്തം ചെയ്യാൻ പഠിച്ചിട്ടുള്ളവരല്ല, നാണം കുടുങ്ങികളായ നാട്ടുപുറത്തെ പെൺപിള്ളേരാണ്. പള്ളിയിലാണ് അച്ഛനൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ അതൊന്നും അവരെ യേശുന്നില്ല. ദൈവ അഭിഷേകത്തിൻ്റെ അനുഭവം വരുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യത്തിൻ്റെ ഗ്രിപ്പിലായി പോകും, അതിൻ്റെ നിയന്ത്രണത്തിലാകും. അപ്പോൾ നമുക്ക് പരിസരബോധം ഇച്ചിരി കുറഞ്ഞു പോകും. ചുറ്റുമുള്ളത് നമ്മളെ യേശുകയാണ്. കൃപ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം ഈശോ ഒരിക്കലും ദൈവം സ്നേഹിതയ്ക്കകത്ത് ഗസമേതോടത്തിൽ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ തളർന്ന് മടിക്കാൻ മാത്രം അസ്വസ്ഥനാണ് ഞാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ യോഹന്നാനും മറ്റും ചോദിക്കുന്നതായിട്ട് ദൈവമനുഷ്യനെ സ്നേഹിത എന്ന പുസ്തകത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിനകത്ത് ദർശനത്തിൽ മറിയ വാർത്തർത്ത കണ്ട് കുറിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ ഈശോയുടെ തളർച്ച കണ്ടിട്ട് യോഹന്നാൻ വന്ന് ചോദിക്കും, കർത്താവേ എന്താ അങ്ങനത്തെ തളർന്നിരിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്നെ താങ്ങുന്നില്ല, ഞാൻ എല്ലാവരും ഉപേക്ഷിച്ച് എൻ്റെ പിതാവ് പോലെ എന്നെ ഉപേക്ഷിച്ച അനുഭവമാണ് എനിക്ക്, ഞാൻ തന്നെ പൊരുതേണ്ട രാത്രിയാണിത്, എനിക്കിതിൻ്റെ സകല പിശാചുക്കളും കൂടുവിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഭയന്ന് വിറയ്ക്കുകയാണ്, ഞാൻ ചുറ്റുപാട് നോക്കുമ്പോഴെല്ലാം ഭൂതങ്ങളെ കാണുന്നത്, പിശാചുക്കളെ ഞാൻ കാണുകയാണ് എന്ന് പറയുമ്പോഴേക്കും യോഹന്നാൻ ഓടി വന്ന് ഈശോ കെട്ടിപ്പിടിച്ചിട്ട്, കർത്താവേ എന്നെ നോക്കുമ്പോൾ നീ ഭൂതത്തെയാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്നത് കാണാം. അവിടെ ഈശോ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. ഈശോ പറയുകയാണ്, മക്കളെ, ദൈവത്തിൻ്റെ കൃപാവരം നമ്മളെ താങ്ങി നിർത്തുമ്പോൾ നമുക്ക് ലോകം മുഴുവനും ഒറ്റയ്ക്ക് വെല്ലുവിളിച്ച് അതിനെതിരെ നിൽക്കാനായിട്ട് പറ്റും. ഈശോ ജെറുസലേം ദേവാലയത്തിലൊക്കെ പരസ്യമായിട്ട് വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ പുരോഹിതന്മാരെ അധികാരം മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കപട നാട്യക്കാരായ പരിസര നിയമജന ഞങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞൊക്കെ സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ കൃപയുടെ നിറവിൻ്റെ മനോഹരമായ അനുഭവങ്ങളാണ്. എന്നാൽ ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ കൃപ നമ്മളെ താങ്ങുന്നില്ലാത്ത അവസരം വരുമ്പോൾ നമുക്ക് ഒരു പൂവിതളിൻ്റെ ഭാരം പോലും എടുക്കാൻ പറ്റുകയില്ല. കൃപ താങ്ങുമ്പോൾ ഈശോ പറയുകയാണ്, ഈ ഭൂഗോളം മുഴുവനെയും ഒറ്റ വിരലേൽ ഒരു പന്ത് ഇങ്ങനെ അമ്മാനം ഇട്ട് കറക്കുന്നവർ കറക്കാനുള്ള കരുത്ത് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ കൃപയില്ലാതെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ കൃപ നിറഞ്ഞ അവസ്ഥയിൽ നമ്മൾക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള പേടിയോ ശങ്കയോ കലക്കോ ഒന്നും വരികയില്ല. അവർ നോക്കുന്നുണ്ടോ, അവർ കാണുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തയൊന്നും. നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ചിന്തകൾ, നോട്ടങ്ങൾ, വിചാരങ്ങൾ, സാന്നിധ്യങ്ങളൊക്കെ നമ്മൾ ജനിക്കുന്ന പോലെ അനുഭവപ്പെടും. നമുക്ക് ആവശ്യത്തിന് കൃപയായില്ല എന്നർത്ഥം. നമ്മുടെ നേരത്തെ സൃഷ്ടി കണ്ടിട്ടുണ്ട് പ്രാർത്ഥന വേണ്ടി കൃപ നിറയുന്നതിനെ കുറിച്ച്. വണ്ടിയുടെ ലോറിയുടെയൊക്കെ ടയറിൽ ആവശ്യത്തിന് കാറ്റുണ്ടെങ്കിൽ എത്ര കല്ലിനിടയിലൂടെ ടയർ കയറിയാലും ഫുൾ ലോഡാണെങ്കിൽ പോലും ആ കല്ല് കരിക്കൽ കൂമ്പാരം പോലും അമർന്നങ്ങ് ഇരുത്തിയിട്ട് ഈ ടയർ അതിന് മുകളിലൂടെ ഒട്ട് ചടങ്ങാതെ കയറി പോകും. അതേസമയം ടയറിനകത്ത് കാറ്റില്ല എങ്കിൽ ലോഡ് കയറ്റേണ്ട ലോറിയുടെ ഭാരം പോലും താങ്ങാൻ ടയറിനെ കൊണ്ട് പറ്റിയാൽ വഴിയൊരു കല്ല് കിടക്കുമ്പോൾ കല്ലേ കയറിയ ടയറിൻ്റെ ഉള്ളിലേക്ക് കല്ലിങ്ങനെ ചതിഞ്ഞ് കുഴിച്ച് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൃപ നിറഞ്ഞ് അങ്ങനെ ആയിരിക്കാൻ എന്ന് പറഞ്ഞു വന്നത്,
ഈ പെൺകുട്ടികൾ ഇങ്ങനെ അഭിഷേകം നിറഞ്ഞ് നല്ലപോലെ കുമ്പസാരിച്ച് കുഞ്ഞുങ്ങൾ, നാട്ടുപുറത്തെ പിള്ളേരാണ്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, നല്ലപോലെ കുമ്പസാരം കഴിഞ്ഞ് അതിനെ ബോധ്യമെടുത്ത് അവരിങ്ങനെ സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ചപ്പോഴേക്കും അവരിങ്ങനെ അങ്ങ് നൃത്ത അഭിഷേകത്തിലേക്ക് വന്നു. അവരാരെയും ശ്രദ്ധിക്കുന്ന എല്ലാവരും ഇങ്ങനെ കണ്ണ് തുറന്ന് നല്ല തെളിച്ചത്തോടെ മുഖം ഇങ്ങനെ ശോഭിച്ച് തേജസ് നിറഞ്ഞ് അവരിങ്ങനെ കൈയടിച്ച് വർദ്ധിക്കുമ്പോൾ നൃത്തം ചെയ്ത് സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ പള്ളിക്കകത്ത് അവിടെ കസേരകളെല്ലാം ഇട്ടിട്ട് അവരിങ്ങ് പോകാൻ തുടങ്ങി. അത് ഒരാൾ, 2 പേര്, 3 പേര്, അങ്ങനെ എല്ലാവരും അങ്ങ് നീങ്ങി. അതൊരു വലിയ അഭിഷേകമായിരുന്നു. സുതിപ്പ് നയിച്ചുകൊണ്ട് ഇങ്ങനെ പാട്ടുകാരനൊപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഈ അനുഭവം കണ്ടപ്പോഴേക്കും വലിയൊരു അഭിഷേകം എന്നിലും നിറഞ്ഞു. അത് ആ പിള്ളേരിങ്ങനെ പള്ളിക്കകത്ത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പള്ളിക്കകത്ത് തുമ്പി പറക്കുന്ന പോലെ പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറി പറന്ന് നടന്നുകൊണ്ട് കുരിശുരൂപത്തിന് മുന്നിൽ വന്ന് അവിടെ കുമ്പിട്ട് ആരാധിക്കുന്നു, മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് വന്ന് അവിടെ കുമ്പിട്ട് ആരാധിക്കുന്നു, വണങ്ങുന്നു, പിന്നെ ദീപികാസനത്തിൽ വന്ന് ആരാധിക്കുന്നു, പിന്നെ താഴേക്ക് പറന്നു പോകുന്നു, ഇങ്ങനെ പാടി പറന്ന് ഇങ്ങനെ നടക്കുകയാണ്. ആരും തമ്മിൽ കൂട്ടുമുട്ടും ഒരു അസ്വസ്ഥയൊന്നുമില്ല, ഒരു ഭാരമില്ല. നല്ല മനോഹരമായ സ്വർഗീയ ആനന്ദം. അവർ പലരും നല്ല ദർശനങ്ങൾ ഇങ്ങനെ കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ സ്തുതിപ്പ് ഇങ്ങനെ അങ്ങ് ആരംഭിച്ചിട്ട് 3-ന് ടോക്ക് തുടങ്ങേണ്ടതാണ്. പക്ഷേ എനിക്ക് 3-ന് തുടങ്ങാൻ പറ്റുന്നില്ല. 3:30-ആയി, 3:45, 4 മണിയായി, 4:30-ആയി, 5 മണിയെ സ്നേഹമുള്ളവർ കാപ്പ് കുടിക്കാൻ പറ്റുന്ന സമയമായി, കുളിക്കാൻ പോകേണ്ട സമയം. പക്ഷെ അവർ വിടാൻ പറ്റുന്നില്ല. ശക്തമായ അഭിഷേകം ഇങ്ങനെ അങ്ങ് കത്തി ജ്വലിക്കുകയാണ്. നൃത്താഭിഷേകത്തിൽ ഇവർ കുറേ ഓടി തളർന്ന് കഴിയുമ്പോൾ അവർ നിരത്തോട്ട് വന്ന് കമിന്ന് വീട് പള്ളിക്കകത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ ഹാലേലൂയ പാടിക്കൊണ്ടിരിക്കും. കുറെ കഴിഞ്ഞ് വീണ്ടും ഏറ്റുപോകും. അങ്ങനെയുള്ള അഭിഷേക സ്നേഹമുള്ളവരെ 6 മണി 6:15 വരെ ഒരൊറ്റ സെഷൻ. ഞാനെൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇത്ര ശക്തമായ സ്തുതിപ്പിൻ്റെ അഭിഷേകം ഇതുപോലെ ദീർഘമായിട്ട് നിന്ന് കത്തുന്നത് ഞാൻ വേറെ കണ്ടിട്ടെന്ന് പറയാം. ചില അവസരങ്ങളിലൊക്കെ 2 മണിക്കൂർ വരെയൊക്കെ ഇവിടെ പുരുഷന്മാരുടെ വാച്ചിൽ അങ്ങനെ സ്തുതിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്തുതിച്ച് കത്ത് ജ്വലിക്കുക എന്നുള്ളത് നമുക്ക് ഒരു രൂപാന്തരപ്പെടലിൻ്റെ അനുഭവമാണ്. അത് നമ്മൾ അറിയണം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ട കാര്യങ്ങളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെല്ലാം പാറി പറന്ന് സ്തുതിച്ചുകൊണ്ടായിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു പെൺകുട്ടി മാത്രം, ഒരു 10-12 വയസ്സുള്ള ഒരു വലിയ പെൺകുട്ടി, നല്ല മിടുക്കിയായ പെൺകുട്ടിയാണ്, നല്ല കുടുംബത്തിലെ കൊച്ചാണ്. പക്ഷെ അവള് മാത്രം ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഈ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ നോക്കുമ്പം അവൾക്ക് ഈ നൃത്താഭിഷേകം അങ്ങ് ഓണാകുന്നില്ല. പക്ഷെ അവളും ഇങ്ങനെ നീങ്ങുന്നുണ്ട്, സ്റ്റെപ്പ് വെച്ച് ഏതാണ്ടൊക്കെ പോലെ പോകുന്നുണ്ട് കൈകൾ. പക്ഷെ അവള് താളാത്മകമായിട്ടല്ല, താളം തെറ്റിയ അവസ്ഥയിലാണ് അവളുടെ ആംഗ്യങ്ങളെല്ലാം വരുന്നത്. അവളിങ്ങനെ ഹാലേലൂയ പാടാൻ നോക്കിയിട്ട് ഹാലേലൂയ താളാത്മകമായിട്ട് വരുന്നില്ല. എന്ന് മാത്രമല്ല, അവളിങ്ങനെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവള് ചിരിക്കുകയാണോ കരയാണോ സംശയം വരുന്ന പോലെ കുറച്ച് ഹാലേലൂയ പറയുന്നു, പിന്നെ പൊട്ടി കരയുന്ന പോലെയുള്ള പൊട്ടൽ ഇങ്ങനെയൊക്കെ വന്ന് അവളിങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അവളുടെ ഷോള് മാത്രം താഴെ പോയി, വേറെ ആരുടെയും ഷോളോ ഒന്നും മാറിപ്പോയില്ല. പക്ഷേ ഈ കൊച്ചിൻ്റെ മാത്രം ഷോള് താഴെ വിടും. അവൾ അറിയുന്നേ ഇല്ല. അവളങ്ങനെ ഈ പിള്ളേർക്കിടയിലൂടെ ഇങ്ങനെ തട്ടുമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ കുറേ നിർദ്ദേശങ്ങളൊക്കെ അവളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ വിശദാനം വേറെ വെച്ച് കൊടുത്തു നോക്കി. പക്ഷെ ഒന്നും അവളെ യേശുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 6 മണിയൊക്കെ ആയ സമയം 3 മണിക്കൂറായതുവരെ നിർത്താൻ പറ്റുന്നില്ല. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ പ്രേരണ വന്നു, ഇനി ഇതൊക്കെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഈ നിർദ്ദേശം കൊടുത്ത് എല്ലാവരും താരേഖിലേക്ക് തിരിച്ചു വന്ന് ഈശ്വര മുമ്പിൽ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അങ്ങനെ കുമ്പിട്ട് കിടന്ന് ആരാധിക്കട്ടെ, മൗനമായിട്ട് ആരാധിക്കട്ടെ, നിശബ്ദമായിട്ട് ആരാധിക്കട്ടെ. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ആത്മാവ് എപ്പോഴും ആത്മാവിന് വിധേയമാണ്. ഒരു വ്യക്തിയുടെ ആത്മാവ് മറ്റേ വ്യക്തിയുടെ ആത്മാവ് വിധേയപ്പെട്ട് സഹകരിച്ചു പോകും. അപ്പോൾ ഈ നിർദ്ദേശം കൊടുത്തപ്പോഴേക്കും കുഞ്ഞുങ്ങളെല്ലാം ഈ 3 മണിക്കൂറായിട്ട് ഇങ്ങനെ സ്തുതിക്കായിരുന്നിട്ടും അവരെല്ലാം അത് അനുസരിച്ചുകൊണ്ട് വന്ന് അവിടെ സ്ഥാനങ്ങളിലൊക്കെ വന്നിട്ട് അവർ കുമ്പിട്ട് നിലത്ത് കിടന്ന് അങ്ങനെ ആരാധിച്ച് ഞാൻ ശാന്തമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശാന്തമായി. അങ്ങനെ ഒരു 8-10 മിനിറ്റും കൂടെ സമയം കൊടുത്തവർ പയ്യെ ശാന്തമായിട്ട് വരാൻ. അപ്പോൾ കുഞ്ഞുങ്ങൾ പലരുമൊക്കെ ഇങ്ങനെ നല്ല ദർശനങ്ങൾ കണ്ടത് പരിസരബോധം എല്ലാതും വിളിച്ചു പറയുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ഈ അവസരം വന്ന പക്ഷേ ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് മാത്രം എത്ര നിർദ്ദേശം കൊടുത്തിട്ട് അതൊന്നും അനുസരിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് ഇനി വരാൻ പറ്റുന്നില്ല. അവൾ മാത്രം പള്ളിയുടെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പിന്നെ നടന്ന് കുറെ കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ചെരിഞ്ഞ് നിലത്തോട്ട് അങ്ങോട്ട് ഇരുന്ന് കിടന്ന് ചെരിഞ്ഞ് ഇങ്ങനെ കിടന്നോട്ട് നിലത്ത് ഇങ്ങനെ കൈയടിച്ച് സ്തുതിക്കുന്ന പോലെയൊക്കെ നോക്കുകയാണ്. പക്ഷേ കരച്ചിൽ പോലെയും തുതിപ്പ് പോലെയൊക്കെ ആയി വരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ വേറെ ഇപ്പോൾ ചെയ്യാനൊന്നുമില്ല. ഇവരെ പറഞ്ഞു വിട്ടിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവർക്ക് എണീപ്പിച്ച് ആശീർവാദം കൊടുത്തിട്ട് വേഗം പോയി കാപ്പ് കുളിച്ച് റെഡിയാക്കാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. ഇവരെ കിടന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ കൂട്ടുകാരെ നോക്കുകയാണ്. കൂട്ടുകാർ മാത്രം എന്താ പുറകെ ഇങ്ങനെ കിടക്കുന്നത്, അവർക്ക് വിഷമമായി സങ്കടം വരുന്നുണ്ട്. കുറച്ച് പേരൊക്കെ പുറത്തിറങ്ങിയിട്ട് ജനാരെ കൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ആദ്യത്തെ ധ്യാനമാണ്. അതിന് ഗായന ശുശ്രൂഷ ചെയ്യുന്ന ഒരു യുവാവ്. ആ യുവാവ് മറ്റു ചില ധ്യാന ഗ്രൂപ്പുകളിലൊക്കെ ധ്യാനത്തിന് സഹകരിച്ചൊക്കെ പരിചയമുള്ള വ്യക്തിയായിരുന്നു. അവനും കൂടെ എൻ്റെ കൂടെ വന്നു. ഞാൻ ഈ പെൺകുട്ടിയെ അടുത്ത് ചെന്ന് അവിടെ തലയെ കൈവച്ചിട്ട് അവിടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു.
അപ്പം എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഞാൻ ആവശ്യപ്പെട്ട് പെൺകുട്ടി അത് അറിയുന്നേ ഇല്ല. അവളിങ്ങനെ വേറൊരു ലോകത്തിലാണ്, ഇങ്ങനെ കരയുന്ന പോലെ ചിരിക്കുന്ന പോലെ ഇങ്ങനെ കൈയിട്ട് അടിച്ചടിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഞാൻ അറിയാവുന്ന പോലെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഈ പെങ്കുച്ച് എണീക്കുന്നില്ല, ഉണരുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥ കാണുന്നു. എൻ്റെ ഉള്ളിലൊരു ഭയം കയറാൻ തുടങ്ങി. ഒരു കരിസ്മാറ്റിക് ധ്യാനങ്ങൾ പലത് നടത്തിയിട്ടുണ്ടെങ്കിലും കരിസ്മാറ്റിക് ധ്യാനം ഇപ്പോൾ ഇടവകയിൽ ആദ്യമായിട്ട് നടത്തുകയാണ്. ഇനി മുന്നോട്ട് ധ്യാനങ്ങൾ കുറേ മാസത്തേക്ക് ഡേറ്റുകളെല്ലാം അനൗൺസ് ചെയ്ത ആൾക്കാർ പേര് വന്നിരിക്കുന്നതാണ്. അടുത്ത ആഴ്ച ധ്യാനോട് യുവാക്കന്മാരുടെ. ഇപ്പം ഈ പെൺകുട്ടി ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്തുതി, ഇപ്പോൾ 3 മണിക്കൂർ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ശക്തമായിട്ട് ഇങ്ങനെ നൃത്തം ചെയ്ത് സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല, അങ്ങനെ അങ്ങ് സംഭവിച്ചതാണ്. പരിശുദ്ധാത്മാവിന് നയിക്കലുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ എതിർച്ചന്ത വരാൻ തുടങ്ങി. ഒരു പക്ഷേ ഞാൻ വിവേകമില്ലായ്മ ആയിരിക്കും കാണിച്ച് ഇത്രയോ അങ്ങ് സ്തുതിച്ച് പിള്ളേരുടെ സമനില തെറ്റിക്കാണ്, ഈ കൊച്ചിൻ്റെ സമനില തെറ്റിക്കാണും. ചിലപ്പോൾ കരിസ്മാറ്റിക് ധ്യാനം കൂടാനൊക്കെ പോയിട്ട് മനസ്സിന് സമനില തെറ്റി ചികിത്സയ്ക്ക് കയറേണ്ടി വന്ന വ്യക്തികളെ കുറിച്ചൊക്കെ അവിടെ ഇവിടെ എല്ലാ നാളുകളിൽ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ മനസ്സിന് കട്ടിയില്ലാത്തവരെ കൊണ്ട് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർ ഡോക്ടർമാർ പറയും നിങ്ങൾ കരിസ്മാറ്റിക് ധ്യാനം കൂടാൻ പോകാൻ പാടില്ല. അതേപ്പറ്റി എന്തായി സംഭവിക്കുന്നതൊക്കെ ഉള്ളത് വ്യക്തതയില്ല. ഉറക്കെ സ്തുതിച്ചിട്ടാണ് കീബോർഡ് ഇങ്ങനെ കുറേ നേരം ഒരേ സ്വരം ഇങ്ങനെ കേട്ട് വരുമ്പോൾ മനസ്സ് ഇളകിപ്പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കതേപ്പറ്റി ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഏതായാലും ഈ കൊച്ച്, ഞാൻ ഈ ധ്യാനത്തിൻ്റെ ഈ ഇടയ്ക്ക് ദിവസം എൻ്റെ ഇടവകയിലെ കൊച്ചാണ്, ഞാൻ വികാരിച്ചനാണ്, എനിക്ക് അവിടെ നിന്ന് വിട്ടിട്ട് പോകാൻ പറ്റുകയില്ല, ഞാൻ ഉത്തരം പറഞ്ഞേ മതിയാവൂ. ഇങ്ങനെ വലിയ ഭാരം കയറി ഞാനടുത്ത് എന്താ ചെയ്യുന്നത്, ഒരു വണ്ടി പിടിച്ച് ജീപ്പ് പിടിച്ചെങ്ങാനും ആശുപത്രി മുണ്ടക്കയത്തുള്ള ആശുപത്രിയിലെങ്ങാനും കൊണ്ടുപോകാം. ജീപ്പ് വിളിക്കാൻ പോയാൽ ടൗണിലുള്ളവരെല്ലാം അറിയും. അപ്പം ആ വണ്ടിക്കാർ കാണും. അപ്പം ധ്യാനം നടത്തിയിട്ട് അച്ഛൻ കൊച്ചനെ ഇങ്ങനെ ഒട്ടുപിടിക്കാൻ ഇടവന്നു. അങ്ങനെയൊക്കെ ചിന്ത ഇതെല്ലാം കറിഞ്ഞ് വിഷമിക്കുമ്പം എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പാട്ടുകാരനായ യുവാവ്. അവനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നോക്കിയിട്ട് ഇടയ്ക്ക് എന്നോട്, അച്ഛാ ഈ കൊച്ചിൻ്റെ കയ്യെ കിടക്കുന്ന വള കണ്ടോ? ഞാൻ നോക്കി. ഒരു വള അന്ന് ഈ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ചുറ്റുവളയാണ്, ഇങ്ങനെ പല ചുറ്റായിട്ടിങ്ങനെ ഉള്ള വള. അത് അന്ന് ആ നാളുകളൊരു ഭാഷണമായിരുന്നു, അനേകർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാനത് പലർത്തും കണ്ടിട്ടുണ്ട് അങ്ങനെ പിള്ളേരുടെ കയ്യിൽ. അപ്പം ഈ പയ്യൻ പറഞ്ഞു, അച്ഛാ ഈ വളയൊന്ന് ഊരി മാറ്റിക്കേ കൊച്ചിൻ്റെ കയ്യെന്ന്. അത് കേട്ട ക്ഷണം ഞാൻ കൊച്ചിൻ്റെ കൈ എടുത്തിട്ട് ആ വള ഒരു ബുദ്ധിമുട്ട് വന്നില്ല, ഊരി എടുത്തു. കാരണം ചുറ്റുവളയാണ്, ഊരി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റിയാൽ കിട്ടും. അത് മാറ്റി ഇട്ടപ്പോഴേ കൊച്ചിന് എന്തൊരു മാറ്റം വന്നപോലെ എനിക്ക് തോന്നി. ഞാൻ ഒന്നുകൂടെ അവിടെ തലേ കൈവച്ചിട്ട് പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച ക്ഷണം അവൾ ശാന്തമായി. അവൾ എണീറ്റു, എന്നെ നോക്കി, സ്തുതിയല്ലേ. ഞാൻ ചെന്നാടി മോളെ വിശേഷം ഒന്നുമില്ല. ഞാൻ പറഞ്ഞു വേഗം കുരിശ് വരച്ച് ആചരിച്ചിട്ട് പുറത്ത് പോയിട്ട് കാപ്പി കുടിച്ചിട്ട് കുളിക്കാൻ പോയി. കൂട്ടുകാരൊക്കെ പോയി. അവൾ എണീറ്റ് പോയി. ഞാൻ ആ വളയെടുത്ത് നോക്കി, എന്താ ഈ വളയിൽ ഇത്ര കാര്യം? ആ വള, ഞാനത് ആദ്യത്തെ ഒരു അനുഭവമാണ്. ആ വള ഞാൻ നോക്കിയിട്ട് കണ്ടത് എനിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല പ്രത്യേകം. പക്ഷേ അന്ന് എനിക്ക് അനുഭവമൊന്നുമില്ല. ഇത് എൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്ന ഒരു ചിത്രം. ആ വളയ മൊത്തം ഇങ്ങനെ ആ വളയങ്ങളെല്ലാം കൂടെ ചേർന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിത്രം, തിരുവനന്തപുരത്തുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രം, അതിൻ്റെ മുമ്പിൽ കുറേ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കൊത്തുപണികളുടെയൊക്കെ ഒരു ചിത്രമുണ്ടല്ലോ, അതുപോലെയുള്ള എന്തൊക്കെയോ കൊത്തുപണികൾ അങ്ങനെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നത്. ഏതായാലും കൊച്ചു രക്ഷപ്പെട്ടുള്ള ആശ്വാസമായി ഞാൻ ആ വളയെടുത്തു. അടുത്ത സെഷനിലെ പിള്ളേർ വന്ന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം പിള്ളേർക്ക് എല്ലാവരും ശങ്കടപ്പണ്ടി കൊച്ചാണ്ടാ പറ്റിയതാണ്. അവളും എനിക്കായിട്ടൊന്ന് കയറിയിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഈ വളയിലൂടെ വന്ന ഒരു തിന്മയുടെ സ്വാധീനമായിരുന്നു കൊച്ചിന് അവൾക്ക് അങ്ങനെ ഒരു ഞെരുക്കം ഉണ്ടാക്കിയത്. അവൾക്ക് വരെ കുഴപ്പമൊന്നും തന്നെ മെഡിക്കുകയാണ്, എല്ലാം നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ വള മാറ്റി വെച്ചു. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച അടുത്ത വെച്ച് ധ്യാനം ആരംഭിക്കുകയാണ്. ഇത് ഇടവക്കാർ തന്നെയാണ് ധ്യാനിക്കുന്നത്, പിള്ളേർ. അപ്പോൾ അതെല്ലാം വീട്ടിൽ വിവരം അറിയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഈ വളയെടുത്ത് വെച്ചിട്ട് പിന്നെ ഞായറാഴ്ച 2 കുർബാനയ്ക്ക് ഞാൻ വളയെടുത്ത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞ് ധ്യാനത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായി. ഇതായിരുന്നു ഈ കാരണം. അതൊരു നമ്മുടെ വെളിപ്പെടുത്തലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് വൈകുന്നേരം യുവാക്കന്മാരുടെ ധ്യാനമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ പരമാവധി ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാതിരിക്കുക, വീട്ടിൽ വെച്ചിട്ട് പോരുക. അവർക്ക് വളകളും കമ്മലും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അത് ഇടവേള മുഴുവൻ പറയുകയും ചെയ്തു. ആ വള ഇതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു, ഒറ്റപ്പെട്ട അനുഭവം എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കത് എടുത്തു വെക്കാൻ തോന്നിയില്ല, കൂടെ പരിശോധിക്കാണ്ട് വെക്കാനും സാധിച്ചില്ല. ഞാനത് പറഞ്ഞു വന്നത് ഇങ്ങനെ അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ വളയിൽ ഇങ്ങനെയുള്ള ചില അടയാളങ്ങൾ കണ്ടപ്പോൾ ആ അടയാളങ്ങൾ ഉള്ള വളയം ധരിച്ചുകൊണ്ടായിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് ശക്തമായിട്ടങ്ങ് സ്തുതിച്ചു പൊങ്ങാനായിട്ട് പറ്റുന്നില്ല. വള മാറിയപ്പോൾ സാധിച്ചു. അതെന്നെ കൊണ്ട് കുറേ ചിന്തിപ്പിച്ചു. കരിസ്മാറ്റിക് ധ്യാനങ്ങൾ നടക്കുമ്പോൾ ചില ആൾക്കാർക്ക് സമനില തെറ്റുന്ന അനുഭവം അതിന് പശ്ചാത്തലമായിട്ട് മനസ്സിൽ കിടക്കുകയാണ്. പിന്നീട് കുറേ മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ അനുഭവം കൂടെ മനസ്സിൽ വരികയാണ്, അതുകൊണ്ട് ചേർത്ത് പറയാം. ചങ്ങനാശ്ശേരിയിൽ ഉള്ള ഒരു ഭാഗത്തുള്ള ഒരു കോൺവെൻറ്റിലെ അർത്ഥിനികൾക്ക് ഒരു ധ്യാനം കൊടുക്കുകയാണ്.
അർച്ചനകൾ 10-20 പേരേ ഉള്ളൂ. സാരിക്കാർ പിള്ളേരാണ്, 10-20 വയസ്സൊക്കെയുള്ള പിള്ളേർ. അപ്പം ഈ പറഞ്ഞ ഗായിക ശുശ്രൂഷി എൻ്റെ കൂടെയുണ്ട്. 20 പേരൊക്കെ ഉള്ളൂ. ചെറിയ ചാപ്പലാണ് മഠത്തിൻ്റെങ്കിൽ പോലും ഈ കീബോർഡിൻ്റെ സൗകര്യാർത്ഥം സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ധ്യാനത്തിൻ്റെ 1ാമത്തെ 2ാമത്തെ ദിവസം ഒരു 9:30-10 മണിക്കുള്ള ടോക്കിന് വേണ്ടിയിട്ട് ഞാൻ വരികയാണ്. അവർ അതിന് മുമ്പൊന്ന് പാട്ടൊക്കെ പാടി ഒരുങ്ങി. അങ്ങനെ എന്നിട്ട് ഞാൻ വരുമ്പോഴേക്കും ഇവർ എണീറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ ഹാലേലിയ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കീബോർഡ് വായിക്കുന്നവർക്കെല്ലാം എപ്പോഴും വോളിയം നല്ലപോലെ ഉള്ളതാണ്, അവർക്കൊരു കരുത്ത്. അവിടെ എടുക്കാവുന്ന മാക്സിമം വോളിയം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ബോക്സിൻ്റെ മുൻപിൽ 1ാം നിരയിൽ 1ാമത് നിൽക്കുന്നൊരു പെൺകുട്ടി. അവൾ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും കണ്ണടച്ച് പിടിച്ച് നന്നായിട്ട് കൈയടിച്ച് ഹാലേലിയ താളാത്മകമായിട്ട് പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പെൺകുട്ടി മാത്രം ഈ സ്തുതിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ അറിയാതെ ഉറക്കം തൂങ്ങി പോകുന്നത് ഞാൻ കണ്ടു. ഉറക്കം തൂങ്ങി ഒന്ന് വേച്ച് പോകുന്നു. പിന്നെ അവിടെ ഉണർന്നിട്ട് വീണ്ടും ഹാലേലിയ പാടുന്നു. പക്ഷെ പിന്നെ വീണ്ടും ഉറക്കം തൂങ്ങുന്നു. ഇങ്ങനത്തെ പെരുമാറ്റം ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ പാട്ട് നയിക്കുന്ന പയ്യനും അത് ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചിനിത് ശാരീരിക ക്ഷീണമോ എന്നിട്ട് ഉറക്കം പറ്റാതെ വന്നുകൊണ്ട് ഒന്നുമല്ല. കാരണം 10 മണി ഏതാണ്ട് സമയമാണ്, നല്ല ഉണർവുള്ളൊരു പ്രഭാതം, നല്ല ചെറുപ്പക്കാരിയായ പെൺകുട്ടിയാണ്. അത് ഈ ബോക്സിൻ്റെ മുമ്പിൽ അവിടെ നിൽക്കുന്ന 1ാം സ്ഥാനത്ത് എണീറ്റ് നിന്നുകൊണ്ട് കൈയടിച്ച് ഇത്രയും വലിയ ശക്തത്തിനെയും കീബോർഡ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാനായിട്ട് പറ്റത്തില്ല, ഉറക്കം തൂങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ സിറ്റുവേഷനാണ്. പക്ഷെ എന്നിട്ട് ഉറങ്ങി പോവുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ശുശ്രൂഷ അനുഭവത്തിൽ ആ നാളുകളിലുണ്ടായ പല അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ അനുഭവം ഉൾപ്പെടെ അത് വെച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ചില പ്രേരണകൾ കിട്ടി. ഞാനത് ആ ടോക്ക് കഴിഞ്ഞ് ഇടവേളയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയെ വിളിപ്പിച്ചു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, മോളെ, ഏതെങ്കിലും വിജാതീയ ആരാധനാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാനോ അവിടുത്തെ പൂജ സംബന്ധിക്കാനോ അല്ല അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടുത്തെ വിതരണം ചെയ്യുന്ന പ്രസാദം കാര്യങ്ങൾ വാങ്ങി കഴിക്കാനോ കുടിക്കാനോ തളിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടോ? അത് കേട്ടപ്പോഴേ അവൾ പറഞ്ഞു, അച്ഛാ, അത് ഞങ്ങളുടെ വീടിനടുത്ത് അങ്ങനത്തെ വലിയൊരു ക്ഷേത്രമുണ്ട്, അത് വളരെ പ്രസിദ്ധമാണ്. അവിടെ ഇങ്ങനെ പറയുകയാണ്, അവിടെ ഇങ്ങനെ ആണ്ടുവട്ടത്തിൽ ഒരു മാസം ഇങ്ങനെ ഭജന പാടി രാമായണം വായിക്കുന്ന അവസരം വരുമ്പോൾ അവരിങ്ങനെ മൈക്കിലൂടെ ഇങ്ങനെ എപ്പോഴും ഇത് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില അവസരങ്ങൾ, ചില ദിവസങ്ങളിൽ അവർ പപ്പായെ വിളിക്കും. പപ്പ നല്ലൊരു പാട്ടുകാരനാണ്, പാട്ടുകാരൻ ഇഷ്ടമാണ്. അതിലൊക്കെ തൊട്ടടുത്താണ് വീടും, സൗഹൃദ ബന്ധമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഈ ക്ഷേത്രാധികൃതരും ഈ അയൽബന്ധ വീടും ഒക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെ പാടാൻ ഇഷ്ടമാണ്. അപ്പോൾ അവർ ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഇങ്ങനെ അവിടെ പോയിരുന്നതുകൊണ്ട് ഇങ്ങനെ മൈക്കിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പാടും. പല ദിവസം അങ്ങനെ ചെയ്യും ഈ അവസരം വരുമ്പോൾ. അങ്ങനെ പോകുമ്പോൾ ചില അവസരങ്ങളിൽ ഈ പിള്ളേരേക്കൂടെ പപ്പ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ ഞങ്ങളും പോയിരുന്ന് പാടിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അവിടെ. ഞാൻ പറഞ്ഞു, മോളെ ഇരുന്നേ, ഈ കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ പങ്കുവെച്ച കാര്യങ്ങൾ കുറച്ച് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തു. അത്യാവശ്യം കാര്യം ബാക്കി പിന്നെ ധ്യാനത്തിന് പറയാമല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഇപ്പം തന്നെ നീ ഒന്ന് കുമ്പസാരിക്കാൻ ഒരുങ്ങിക്കി. ഞാൻ പറഞ്ഞു, മോളെ, മാമോദിസ മുങ്ങിയ ഒരു വ്യക്തിയുടെ ശരീരവും സാന്നിധ്യവും കഴിവുകളും അധ്വാനവും എനർജിയും ഇത് മുഴുവനും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. നമ്മുടെ ഉടമ്പടിയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും പിന്നെ വേറൊരു ദേവിയുടെ പക്കൽ പോയി ഈ രീതിയിലൊന്നും പെരുമാറാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. 1ാം പ്രമാണത്തിന് തല ഞാൻ സൂചിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് അസഹിഷ്ണുവായ ദൈവമാണ് എന്ന് എടുത്തെടുത്ത് പറയുന്നത് അവിടെ നമുക്ക് കാണാനാണ് സാധിക്കുന്നത്. അങ്ങനെ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്കത് ബോധ്യപ്പെട്ടു. അവൾ ഈ കാര്യവും മറ്റു ചില കാര്യങ്ങളും ഒക്കെ മനസ്സുകൊണ്ട് ഒരുക്കിയിട്ട് അപ്പം തന്നെ കുമ്പസാരിച്ചു പോയി. അതോടെ അവൾക്ക് ആ സ്തുതിപ്പിനുള്ള സമയത്തുള്ള ഈ ഉറക്കത്തിൻ്റെയും മയക്കത്തിൻ്റെ അല്ലെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ അങ്ങ് മാറിക്കിട്ടി. ഇത് എന്നെ വീണ്ടും കുറേ കാര്യങ്ങളിലേക്ക് ഉൾക്കാഴ്ച പകർന്നു തന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ കസ്മാറ്റിക് ധ്യാനം കൂടുമ്പോൾ സമനില തെറ്റുന്ന അനുഭവം എന്താണ്? അപ്പോൾ സാധാരണ പറയുന്ന ചില വ്യക്തികൾക്ക് മനസ്സിന് കട്ടിയില്ല, അല്ല മാനസിക രോഗത്തിന് ചില അവസ്ഥകളുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ടാണ് പക്ഷേ ഈ ധ്യാനങ്ങൾ വരുമ്പോൾ കസ്മാറ്റിക് ധ്യാനത്തിൽ ഇങ്ങനെ പാട്ട്, സ്തുതിപ്പ്, ശക്തമായ സ്വരവും കീബോർഡും എല്ലാം സമയമെടുത്ത് അതുകൊണ്ട് അത് താങ്ങാൻ പറ്റാതെ സമനില തെറ്റുന്നതാണ് എന്നൊരാശയം. പക്ഷെ അത് പലപ്പോഴും ഒരിക്കലും അനുഭവം കണ്ടപ്പോഴേക്കും ബോധ്യപ്പെടുന്നില്ലാത്ത അവസ്ഥ വന്നു. ഞാനതിങ്ങനെ മനസ്സ് വെച്ചുകൊണ്ട് തമ്പുരാൻ്റെ പ്രാർത്ഥനാപൂർവ്വം നിരീക്ഷിക്കാൻ തുടങ്ങി. ധ്യാനങ്ങൾ പല നടത്തേക്ക് മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ ഒരു ഉത്തരം, എന്താ വിഷയം? നമ്മളൊരു വാഹനം മേടിച്ചൊരു കാറ് വാങ്ങിച്ചു, എന്നിട്ട് അത് സ്റ്റാർട്ടാക്കിയിട്ട് അതിൻ്റെ ആക്സിലേറ്റർ ചവിട്ടി എഞ്ചിൻ ഇച്ചിരി റേസ് അങ്ങ് ചെയ്യുമെന്ന് വിചാരിച്ച് നോക്കിക്കി. അങ്ങനെ എഞ്ചിൻ അങ്ങ് റേസാക്കി കഴിയുമ്പോൾ ഒരു പരിധിക്കപ്പുറം റേസ് ആകുമ്പോഴേക്കും എഞ്ചിൻ പൊട്ടിത്തെറിച്ച് പോകുന്നൊരവസ്ഥ വന്നാൽ അതിനെന്നാ ഉത്തരം പറയാനിരിക്കുന്നത്? അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ളതാണ് പിന്നെ എഞ്ചിന് ഈ ആക്സിലേറ്ററും കാര്യം തന്നെ വെച്ചിരിക്കുന്നത്.
അത് ശരിയല്ല, അങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാടില്ല. എഞ്ചിൻ റേസ് ആക്കാനുള്ള ഒരു മാക്സിമം കപ്പാസിറ്റി വെച്ചിട്ടുണ്ട്. ആ കപ്പാസിറ്റി മാക്സിമം ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് എഞ്ചിൻ എത്ര റേസ് ആക്കിയാലും എഞ്ചിനെ അമ്മോറി ഇങ്ങനെ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ അവരിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ റേസ് ആക്കുക നമുക്ക് കാണാറുണ്ട്. ഓടിക്കുമ്പോൾ അത്ര റേസ് ആക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പം അത്രയോ റേസ് ആയാലും എഞ്ചിൻ പൊട്ടിപ്പോകരുതെന്ന് അറിയാവുന്നതുകൊണ്ട് പുതിയ വാഹനങ്ങളിലൊക്കെ എഞ്ചിൻ്റെ ആ ഒരു കറക്കത്തിൻ്റെ തോത് കാണിക്കുന്ന മീറ്റർ പോലും വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മാക്സിമം അവസാനം വരെ ചിലപ്പോൾ ശോഭതരം കഴിച്ചിരിക്കും. അവിടം വരെ വന്നാലും പൊട്ടിത്തെറിക്കില്ല. അതിനപ്പുറം അത് റേസാക്കാൻ പറ്റത്തില്ലെന്ന് അർത്ഥം. അതാണ് കമ്പനിക്കാർ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശബ്ദം അത് ആഘോഷിക്കാനും പാടാനും നൃത്തം ചെയ്യാനും ഒക്കെയുള്ള കഴിവ് തമ്പുരാനെ മഹത്വപ്പെടുത്തി അങ്ങനെ നമ്മൾ ഉച്ചത്തിൽ സ്തുതിക്കുമ്പോൾ, ഉച്ചത്തിൽ പാടുമ്പോൾ, കൈയടി സ്തുതിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന എഞ്ചിൻ പോലെ ഈ സമനില തെറ്റാകുന്നതാണോ മനസ്സ്? അങ്ങനെയാണെങ്കിൽ എത്രയോ അവസരങ്ങളിൽ ഈ ടൂർണമെൻ്റൊക്കെ നടക്കും. ഞങ്ങൾ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ ഇൻ്റർ സെമിനാരി ടൂർണമെൻറ്റുകളൊക്കെ വരും, വോളിബോളും ബാഡ്മിൻ്റനും ഒക്കെ. മറ്റ് സെമിനാറിൽ ടീമൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല ഉശിരോടുകൂടെ പല 4, 3, 5 ഒക്കെ ഗെയിമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുമ്പോൾ 1-2 മണിക്കൂറൊക്കെ എടുക്കുന്ന സമയത്ത് അത്രയോ സമയം മുഴുവനും എല്ലാവരും കൂടി ചുറ്റി നിന്നുകൊണ്ട് എന്തുമാത്രം ആർത്ത് പിടിച്ച് കൈയടിച്ച് തുള്ളിച്ചാടിയാണ് പ്രോത്സാഹനം ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുന്നത്. മറ്റൊരു അവസരങ്ങളൊക്കെ ടൗണിൽ കൂടെ വഴി കൂടെയൊക്കെ ജാഥകളൊക്കെ പോകുമ്പോൾ, രാഷ്ട്രീയ ജാഥകൾ മറ്റു ജാഥകളൊക്കെ വരുമ്പോൾ പലപ്പോഴും പല ആൾക്കാരും മദ്യപിച്ചിട്ട് ഒരു ലക്കുമില്ലാതെ ഇങ്ങനെ എടുത്തു ചാടി തുള്ളി മറിഞ്ഞ് അങ്ങനെ മുദ്രാവാക്യം പിടിച്ചുകൊണ്ടൊക്കെ ദീർഘമായ യാഥാ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ആർക്കും സമനില തെറ്റുന്നില്ലല്ലോ. അപ്പം ഈ ശബ്ദം ഉയർത്തുന്നത് കൊണ്ടാണ്, ആവേശം കൂടുതലും കൊണ്ടാണ് സമനില തെറ്റി പോകുന്നത് എങ്കിൽ അവിടേക്ക് എത്ര പേർക്ക് ഒരു ജാഥ കഴിയുമ്പോൾ, ടൂർണമെന്റ് കഴിയുമ്പോൾ സമനില തെറ്റി ആശുപത്രി കൊണ്ടുവരുന്ന കേസ് വരേണ്ടതാ. അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. എന്നുമാത്രം അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഒരു ധ്യാനത്തിൻ്റെ ശുശ്രൂഷക്കിടയിൽ ഈ സ്തുതിക്കുക, ഉച്ചത്തിൽ സ്തുതിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര വന്നാലും അത്ര സമയം എടുക്കാറില്ല. അല്ലെങ്കിൽ അത്രയും ആവേശത്തോടെ നിയന്ത്രണം വിട്ടുള്ള ബഹളമൊന്നും ഉണ്ടാകാറില്ല. ഈ നമുക്കറിയാം, ടൂറൊക്കെ പോകുന്ന അവസരത്തിൽ പിള്ളേരൊക്കെ വാഹനങ്ങളിൽ നല്ലപോലെ സൗണ്ട് ഇട്ടുകൊണ്ട് ചിലപ്പോൾ എന്തുമാത്രം തുള്ളിച്ചാടി തിമിർത്താണ് ഇങ്ങനെ കൈയടിച്ച് നൃത്തം ചെയ്തൊക്കെ പാടി ആഘോഷിക്കുന്നത്. അങ്ങനെ മണിക്കൂറുകൾ ടൂറിനിടയിലൊക്കെ ഇങ്ങനെ പാട്ട് പാടി ആഘോഷിച്ചാൽ പോലും അവർക്കാർക്ക് സമനില തെറ്റുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇതൊരു പരിഗണിക്കേണ്ട വിഷയമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഇത് വെറുതെ ഒരു സമനില തെറ്റുന്ന വിഷയമല്ല. പിന്നെയുള്ള ധ്യാനങ്ങളിൽ പലപ്പോഴും മാനസിക രോഗത്തിൻ്റെ ചില അവസ്ഥയുള്ള വ്യക്തികളൊക്കെ ചിലപ്പോൾ ധ്യാനം കൂടാനായിട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ധ്യാനം അവർ കൂടട്ടെ, നമുക്ക് നോക്കാം, അവർ കൂടാൻ പറ്റുന്നുണ്ടെന്ന് അറിയാമല്ലോ, അസ്വസ്ഥയുണ്ടെന്ന് നോക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ചില മാനസിക അസ്വസ്ഥയുള്ള വ്യക്തിയെ ധ്യാനിക്കാനുള്ളപ്പം ഞാൻ അവരെ പ്രത്യേകമായിട്ട് കാണാവുന്ന പോലെ ഇരുത്തും. അവിടെ രീതികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവർ വചനം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ, അസ്വസ്ഥ ഉണ്ടാകുന്നുണ്ടോ, സ്തുതിപ്പിൻ്റെ സമയം വരുമ്പോൾ അവർക്ക് അസ്വസ്ഥ വരുന്നുണ്ടോ, അതേവരത് സ്തുതിച്ച് കയറാൻ സാധിക്കുന്നുണ്ടോ, അങ്ങനെ നോക്കിയേ നിൽക്കുകയുള്ളൂ. എവിടെയെങ്കിലും അസ്വസ്ഥ പോലെയൊക്കെ വന്ന് ഞാൻ സ്തുതിപ്പ് നിയന്ത്രിക്കാമല്ലോ എന്ന് ചിന്തിച്ചുണ്ടാക്കിയാണ്. അങ്ങനെയുള്ള പല കേസുകളൊക്കെ ശ്രദ്ധിച്ചു വന്നപ്പോൾ ഞാൻ പിന്നെയും മനസ്സിലാക്കി, ഈ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആർക്ക് സമനില തെറ്റാനായിട്ട് പറ്റുന്നില്ല. കുറച്ചുകൂടെ സമനില സുഖമാകുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഒരു വ്യക്തി കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് കാതോർത്ത് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കരുണയിൽ ആശ്രയിച്ച് മാപ്പ് ചോദിച്ച് പരസ്പരം ക്ഷമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കുന്നൊരു വ്യക്തിക്ക് നല്ല സൗഖ്യവും സുഖവുമല്ലേ വരേണ്ടത്? അമ്മയുടെ സംഘത്തോട് ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞിന് സ്വസ്ഥതയും സമാധാനവും കരുത്തുമല്ലാതെ പിന്നെ ആ അമ്മയുടെ സംഘത്തോട് വരുമ്പോൾ എല്ലാം അസ്വസ്ഥത എങ്ങനെ വരാൻ പറ്റും? ചിന്തിക്കാൻ പോലും പറ്റുകയില്ല ആ ഒരു ചിന്ത. അപ്പോൾ ഞാൻ 1-2 കേസുകൾ ഇവിടെ ധ്യാനങ്ങൾ ആരംഭിച്ചതിന് ശേഷം 1-2 ഒരു 12 കേസുകൾ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ ധ്യാനിക്കാൻ വന്നത് ഞാൻ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ധ്യാനം മുഴുവൻ കൂടിയ സംഭവങ്ങൾ ഇവിടെയുണ്ട്. അത് ഒരു കേസ് എനിക്കറിയാവുന്നൊരു കുടുംബത്തിലെ ഒരു യുവാവാണ്. ആ യുവാവ് ചിലപ്പോൾ അസ്വസ്ഥ വന്നിട്ട് മാനസിക രോഗത്തിൻ്റെ ചികിത്സയിൽ കയറി. അങ്ങനെ മൂലമറ്റം വയലിലെ ആശുപത്രിയിൽ, ബിഷപ്പ് വയലിലെ ആശുപത്രിയിൽ മാസങ്ങൾ ഗൗരവമുള്ള ചികിത്സയെടുത്ത് അങ്ങനെ അവിടെ ആയിരിക്കുന്നു. അപ്പോൾ അത് 2ാമത്തെ പ്രാവശ്യമാണ് അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. അതിനു മുമ്പ് ഇങ്ങനെ ഇറങ്ങി ഓടുകയും അസ്വസ്ഥ കാണിക്കുകയും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രംഗം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ കുടുംബാംഗങ്ങൾ 2 ചോദിച്ചു, അവർക്കറിയാവുന്ന അച്ഛാ, ഞങ്ങൾ അവനെ ഒന്ന് ധ്യാനത്തിന് കൊണ്ടുവരട്ടെ. ഇതാണ് സിറ്റുവേഷൻ. ആശുപത്രിയിലാണ്. അവർ ആശുപത്രിക്കാരോട് പറഞ്ഞാൽ സമ്മതിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ആ കുടുംബം മുഴുവനും അറിയാം. അവർക്ക് എന്നെ അതൊരു വിശ്വാസം അടുപ്പമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അടുത്ത ധ്യാനത്തിൻ്റെ തലേദിവസം നിങ്ങൾ അവനെ ആശുപത്രിക്കാർ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ധ്യാനത്തിന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവരെ ആശുപത്രിയിൽ ചെന്ന് ഡിസ്ചാർജ് ആക്കി പയ്യനെ കൊണ്ട് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ധ്യാനം ആരംഭിക്കും ഇവിടെ വന്നു. അപ്പോൾ ഈ മരുന്നെല്ലാം കഴിച്ച് മാസങ്ങളുടെ മരുന്ന് കഴിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ്.
ആദ്യം മിണ്ടാനിച്ചിരിക്കാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ മരുന്നിൻ്റെ സെഡേഷനിലാണ്. അങ്ങനെ അവൻ ധ്യാനത്തിന് കയറി. ഞാൻ അവനെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ധ്യാനത്തിന് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും. സ്തുതിപ്പിൻ്റെ ഒക്കെ അവസരം വരെ അവൻ നല്ലപോലെ സ്തുതിക്കാനൊന്നും പറ്റുന്നില്ല. ധ്യാനം അധികം കേൾക്കാൻ പറ്റുന്നില്ല, ഉറക്കമൊക്കെ ഉണ്ടിടയ്ക്ക്. പക്ഷേ ധ്യാനത്തിൻ്റെ ദിവസങ്ങളെല്ലാം യാതൊരു അസ്വസ്ഥയും ഒന്നുമില്ലാതെ അവനെ ധ്യാനം മുഴുവൻ പൂർത്തിയാക്കി. ധ്യാനം കഴിഞ്ഞപ്പോഴേക്കും അവന് കുറേ കൂടി ഒരു അയവായി, കുറേ കൂടി ഒന്ന് പുഞ്ചിരിക്കാറായി, സംസാരിക്കാറായി. അത് കണ്ടപ്പോഴേക്കും എനിക്ക് എൻ്റെ ഉള്ളിൽ ചില ചിന്തകളുണ്ടായിരുന്നു, കുറച്ചുകൂടെ അടിവരയിട്ട് കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ അങ്ങനെ അടുത്ത ധ്യാനം ഞങ്ങൾ കൊണ്ടുവരട്ടെ, അവർ കൊണ്ടുപോകാം. അങ്ങനെ 2 ധ്യാനം 3 ധ്യാനം വന്ന് ഏതാണ്ട് അടുപ്പിച്ചെന്നോട് കൂടി കഴിഞ്ഞപ്പം അവൻ്റെ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുപോലെ എനിക്ക് നേരിട്ടറിയാം, മരുന്ന് കഴിക്കുന്നതിട്ടറിയാവുന്ന മറ്റ് ചില കേസുകൾ ഇതുപോലെ വന്നിട്ട് ആശ്വാസത്തിലേക്കും സൗഖ്യത്തിലേക്കും വരുന്നത് ഞാൻ കാണുകയുണ്ടായി. പക്ഷെ മരുന്ന് നല്ലപോലെ കഴിക്കുന്ന വ്യക്തികൾ മരുന്നിൻ്റെതായ സെഡേഷൻ സ്വാധീനം ഉള്ളത് കൊണ്ട് മറ്റ് സാധാരണക്കാരെ പോലെ അങ്ങ് ഫ്രീ ആക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവർ ഫ്രീ ആകുകയാണ്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് തിരിഞ്ഞൊരു കാര്യം, അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യം സൂചിപ്പിച്ച് കാണുകയുണ്ടായി. ചില വ്യക്തികൾ നോർമലായിട്ട് പെരുമാറുന്നവർ, മാനസിക രോഗമൊന്നുമില്ല, മരുന്ന് കഴിക്കുന്നേ ഇല്ല, നല്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് നടക്കുന്ന ചില വ്യക്തികൾ. അങ്ങനത്തെ ചില വ്യക്തികൾ പക്ഷേ ധ്യാനത്തിന് വന്നു കഴിഞ്ഞിട്ട് ധ്യാനം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു വിഭ്രാമകത പോലെ, അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാത്തത് പോലെ, എന്തോ ഒരു ഓവറായിട്ടുള്ള ഭക്തിയും പ്രാർത്ഥനയും സ്തുതിപ്പും നടപ്പും അങ്ങനത്തെ ചില രീതികളിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം അങ്ങനെ ധ്യാനമൊക്കെ പൂർത്തിയാക്കി പറഞ്ഞു വിട്ടു. പിന്നീട് ചില കേസുകളിൽ ആ വീട്ടുകാർ എന്നെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു, അച്ഛാ അവർ ഉറങ്ങുന്നേ ഇല്ല, രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ്, എപ്പോഴും സ്തുതിപ്പാണ്, സുവിശേഷ പ്രസംഗമായിട്ട് അതിനെക്കുറിച്ച് നടക്കുകയാണ്. ഒരു നിവൃത്തിയിൽ അവസാനം ഞങ്ങളിപ്പം ഉറക്കമില്ലെന്നായപ്പം ഞാൻ പറഞ്ഞു, ഉറക്കമില്ലെന്നാവും 1-2 ദിവസം ഉറങ്ങാതെ വന്നാൽ ഉറങ്ങാതെ പറ്റുകയില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യം പറഞ്ഞിട്ട് ഇച്ചിരി മരുന്നെടുത്ത് ഉറങ്ങട്ടെ, ഉറങ്ങിയാലേ നമുക്ക് മനസ്സിൻ്റെയും ബുദ്ധിയുടെയൊക്കെ പ്രവർത്തനം നോർമലായിട്ട് കിട്ടുകയുള്ളൂ. അവിടെ മെഡിക്കൽ ഹെൽപ്പ് എടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ ഹെൽപ്പ് എടുത്തു. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു വിട്ടു, ഇനി ഈ വ്യക്തി ഒരിക്കലും ധ്യാനത്തിന് കൊണ്ടുപോകരുത്, ഞാൻ ശരിയാവുകയില്ല എന്ന് പറഞ്ഞു വിട്ടു. അത് ഒരു സ്വാഭാവികമായ നിരീക്ഷണത്തിന് നൽകുന്ന ഒരു മനോഹരമായ മുൻകരുതലിൻ്റെ മുന്നറിയിപ്പ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളെ ഞാൻ നിരീക്ഷിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, ഈ നമ്മളിപ്പോൾ കണ്ടുവരുന്നതായ വിഗ്രഹാരാധന, ദേവീദേവന്മാരുടെ മേഖലകൾ, അങ്ങനെയുള്ള തലങ്ങളിൽ 1-ാം പ്രമാണം ലംഘിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കയറി കിടക്കുന്നത്, സംഭവിച്ചു പോയിട്ടുള്ളത് തിരിച്ചറിയാതെയും ഏറ്റുപറഞ്ഞ് തിരുത്തിയെടുക്കാതെയും അതിന് മാറ്റം വരുത്താതെയും ഉള്ള അവസ്ഥയിൽ ഇവർ ധ്യാനിക്കാൻ വരുന്നു ഒരു സാഹചര്യം. മറ്റൊന്ന്, ഈ ധ്യാനിക്കാൻ വന്ന വ്യക്തി ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. ആ കുടുംബത്തിലെ ഒരുപക്ഷെ വലിയ പ്രബലമായ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാകും. പക്ഷെ അതിനകത്ത് അല്പം കമ്പാരിറ്റീവ് താരതമ്യേന ഒത്തിരി സ്വാധീനം ആ കുടുംബത്തിൽ ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ കല്യാണം കഴിച്ച് കയറി വന്നൊരു പെൺകുട്ടി, അല്ല അങ്ങനെയൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തി ധ്യാനത്തിലേക്ക് വന്നു, അതിനെല്ലാം ബോധ്യപ്പെട്ടു, നന്നായിട്ട് പ്രാർത്ഥിച്ചു, അഭിഷേകം അറിയാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ആ വ്യക്തിയുടെ വീട്ടിലെ കുടുംബത്തിൽ ഒരുപക്ഷെ പങ്കാളിയോ ആ വീട്ടിലെ മാതാപിതാക്കളോ മറ്റു വ്യക്തികളോ വളരെ പ്രകടമായ രീതിയിൽ 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് നീങ്ങുന്നു. അല്ല, അങ്ങനെ പണ്ട് നീങ്ങി തിരുത്തിയിട്ടേ ഇല്ല. അങ്ങനത്തെ ചില ശൈലികൾ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുടുംബത്തിൻ്റെ മേലെ ഈ 1-ാം പ്രമാണ ലംഘനങ്ങൾ വഴി പൈശാചികമായ സ്വാധീനങ്ങൾ നിയന്ത്രണം കയറി കിടക്കുന്നു. അങ്ങനത്തെ അവസ്ഥയിൽ ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി വന്ന് ധ്യാനം കൂടി പ്രാർത്ഥനാകരത്തിലേക്ക് വരാൻ നോക്കുമ്പം ഈ വ്യക്തിക്ക് അങ്ങനെ ഫ്രീ ആയി പോകാനായിട്ട് അത്ര എളുപ്പമല്ല എന്നൊരു യാഥാർത്ഥ്യം ഞാൻ പല അനുഭവങ്ങളും നിരീക്ഷിക്കുകയുണ്ടായി. ഇത് ഞാനൊരു തത്വമായിട്ടൊന്നും പറഞ്ഞ് സ്ഥാപിക്കുകയല്ല, അനുഭവത്തിൽ കണ്ട കാര്യം സൂചനയ്ക്കായിട്ട് നിരീക്ഷണമായിട്ട് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തി എത്ര ഫ്രീ ആകാൻ നോക്കിയാലും ഈ വ്യക്തി ആയിരിക്കുന്ന കുടുംബത്തിന് ആ കുടുംബാംഗങ്ങളും കൂടെ സഹകരിച്ച് പരിഹരിക്കേണ്ടതായ ചില 1-ാം പ്രമാണ ലംഘനങ്ങളുടെ പഴുതുകൾ, പൊത്തുകൾ, കെട്ടുകൾ അഴിക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ലാത്തത് കൊണ്ട് അതിൻ്റെ സ്വാധീനം ഈ വ്യക്തിയിലേക്ക് കയറി കിടക്കുന്നത് ഈ വ്യക്തിയെ ഫ്രീ ആയിട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ അനുഭവ ഫലം എന്താണ്? ഈ വ്യക്തി മാനസികമായി ഞെരുക്കുന്ന അവസ്ഥയിലേക്ക് വന്ന് ഒരു സ്വബോധമില്ലാത്ത രീതി, അല്ലെങ്കിൽ നോർമൽ അല്ലാത്ത രീതി പെരുമാറുന്ന അവസ്ഥയിലേക്ക് പോകാനായിട്ട് വരികയാണ്. അപ്പോൾ അതിൽ അടിനിറക്ക സംഭവം എന്താണ്? ഇതിലേത് സാഹചര്യമാണെങ്കിലും ഈ 1-ാം പ്രമാണ ലംഘനത്തിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പൈശാചിക സാന്നിധ്യത്തിന്, പൈശാചിക നരകരാജ്യത്തിന് ഒരു പിടുത്തം കിട്ടുന്നൊരു അവകാശം കിട്ടുന്നുണ്ട്. ആ അവകാശം തിരിച്ചറിഞ്ഞ് അതിനെ മുഴുവനും ഊരിക്കളഞ്ഞ് ഫ്രീ ആകാതെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ദൈവവചനം കേട്ടിട്ട് സ്തുതി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക സാന്നിധ്യം ആ വ്യക്തിയിലേക്ക് കടന്നു വരാനായിട്ട് പരിശ്രമിച്ചാൽ ഇടവരുത്തിയാൽ
ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനവും കടന്നു വരുന്ന പൈശാചികം തമ്മിൽ ചേരത്തില്ല. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്തോറും ഈ വ്യക്തിയിലുള്ള തിന്മയുടെ സാന്നിധ്യം ബഹളം വെക്കാൻ തുടങ്ങും. കഫർനാമിൽ മർക്കോസ് 1:21 വാക്യം കാണുന്ന പോലെ ഈശോ സിനഗോഗില് പഠിപ്പിച്ച് നിൽക്കുമ്പോൾ ഒരു സ്റ്റേജ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്ന അശുദ്ധാത്മാവ് ബഹളം വെച്ചു, അലറി പിടിച്ചു, നീ എന്തിനാ അതിനകത്ത് ഇടപെട ചോദിച്ചുകൊണ്ട് ബഹളം വെക്കുകയാണ് എന്ന് പറഞ്ഞവരെ സംഭവിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു വാസ്തവം, ഒരു യാഥാർത്ഥ്യം അതിൽ കിടപ്പുണ്ട്. അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ മാനസിക രോഗങ്ങൾ ഒന്നും ഇല്ലെന്നോ അല്ല ചികിത്സ ആവശ്യമുള്ള മാനസിക വൈകല്യങ്ങളോ മനോധർമ്മങ്ങളോ ഇല്ലെന്നോ ഒന്നും അല്ല പറയുന്നത്. മാനസിക രോഗങ്ങളുടെ തലമുണ്ട്, ചികിത്സ ആവശ്യമുള്ളതുണ്ട്, ചികിത്സ വേണ്ട കേസുകളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ദേവീദേവന്മാർ വിഗ്രഹങ്ങൾ ആ മേഖലയിൽ ഉള്ളു തുറന്ന് സഹകരിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വരുന്ന സ്വാധീനം. ഞാൻ രണ്ടാമത് പറഞ്ഞ കേസ് രണ്ട് അനുഭവങ്ങളിലും ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രാർത്ഥനയിൽ അങ്ങോട്ട് തെളിയാൻ പറ്റുന്നില്ല. ആദ്യം പറഞ്ഞ ആ ചുറ്റുകൊള ഉള്ള പെൺകുട്ടി, അവള് ഉള്ളുകൊണ്ട് ഒരുങ്ങി നല്ലപോലെ കുമ്പസാരിച്ചു, തമ്പുരാനോട് ദാഹിച്ചു, സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ അവള് ഈ തിന്മയുടെ സ്വാധീനം അറിഞ്ഞുകൊണ്ടൊന്നും ഇട്ടിരിക്കുന്നതല്ല. പക്ഷെ ആ വളയിൽ ഈ അടയാളങ്ങൾ വഴിയുള്ള സ്വാധീനം കയറി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അവിടെ നോർമലായിട്ട് പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും വരികയും ഇടദിവസങ്ങൾ പറ്റുന്നവർ വരികയും വേദപാഠം പഠിക്കുകയും വേദപാഠത്തിന് നല്ല മാർക്ക്, ടോപ്പ് മാർക്ക് തന്നെ മേടിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. വീട്ടിലും നാട്ടിലും എല്ലാം നല്ല ഭംഗിയായിട്ട് പെരുമാറുന്ന കുട്ടിയാണ്. ഒരു കുഴപ്പമില്ല. അവിടെ വീട്ടിൽ കുരിശുവരെയുണ്ട്, പള്ളി പ്രാർത്ഥനയുണ്ട്, എല്ലാത്തിനും വന്ന് കൂടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഈ വളയൊക്കെ അന്നേരം ഒരു ഷോ ഉണ്ടായിരുന്നിരിക്കും. ഈ വള എന്നിട്ടും കയ്യിലുണ്ടായിരുന്നിട്ടും ഇങ്ങനത്തെ ഒരു പെരുമാറ്റം അവിടെ ഉണ്ടായില്ല, വെളിപ്പെട്ടില്ല. പിന്നെ എന്താ ഇപ്പം മൊത്തത്തിൽ സ്തുതിച്ചപ്പോൾ ഉണ്ടായ കാരണം എന്താ? എൻ്റെ മനസ്സിൽ വന്ന ഒരു ചെറിയ ചിത്രം എന്ന് വെച്ചാൽ, ഒരു പക്ഷി പറന്നുയരേണ്ട ഒരു പക്ഷി, ആ പക്ഷിയുടെ ദേഹത്ത് നേരിയ നൈലോൺ നൂലുകൊണ്ട് കെട്ടി കാലിലോ ചിറകിലോ എവിടെയെങ്കിലുമൊക്കെ നൂലിട്ട് കെട്ടിയിട്ട് താഴെ എവിടെയെങ്കിലും മരത്തേലോ വേരയിലോ കമ്പലോ കുറ്റിയിലോ കെട്ടി വെച്ചിട്ട് വിചാരിക്കുക. പല നൂലുകൾ, ഒരു നൂലിൻ്റെ ദൈർഘ്യമെന്ന് പറയുന്നത് 10 മീറ്ററാണ്, മറ്റൊരു നൂലിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 20 മീറ്ററാണ്, മറ്റൊന്നിൻ്റെ 30 മീറ്റർ. അങ്ങനെ വിചാരിക്കുക. ഈ പക്ഷി പറക്കാൻ നോക്കുന്നില്ല, നിലത്തോടെ ഇങ്ങനെ കോഴി നടക്കുന്നവർ നടക്കുക എന്നുണ്ടെങ്കിൽ ഈ നൂലുള്ള വിവരം ഈ പക്ഷി അറിയുക പോലും ഇല്ല. ഈ ഒരു 10 മീറ്റർ അപ്പുറം പോകാതിരുന്നാൽ മതി. അതിനങ്ങോട്ട് ചാടാം, ഇങ്ങോട്ട് ചാടാം, ഇച്ചിരി പറന്ന് അങ്ങോട്ട് പോക്കാം, ഇങ്ങോട്ട് പോക്കാം. അങ്ങനെ 10 മീറ്റർ താഴെയുള്ള നടപ്പോ എടുപ്പോ ചുറ്റിക്കറങ്ങലോ പറക്കലോ ഒക്കെ നടക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ എന്തെങ്കിലും 10 മീറ്റർ അപ്പുറത്തേക്ക് പറക്കാൻ നോക്കിയാൽ 10 മീറ്റർ വരുമ്പോൾ സ്റ്റക്കായിട്ട് താഴേക്ക് വരികയാണ്. പിന്നെ നോക്കിയാൽ അവിടെ സ്റ്റക്കാവും, താഴേക്ക് വരികയല്ല, താഴേക്ക് വരികയാണ്, മുങ്ങി പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ഈ വലിയുന്നത് നൂല് കണ്ടുപിടിച്ചിട്ട് അത് കൊത്തിപ്പറിച്ചിട്ട് അത് കളഞ്ഞാൽ ആ 10 മീറ്റർ പിന്നെ തടസ്സമില്ല, അത് പൊങ്ങുകയാണ്. അങ്ങനെ പറന്നിരിക്കുമ്പോൾ ഇതാ ഒരു ദിവസം 20 മീറ്റർ മുകളിലേക്ക് പറക്കാനായിട്ട് വന്നപ്പോഴേക്കും ഇത് വീണ്ടും താഴേക്ക് തട്ടിപ്പറിഞ്ഞ് വീഴുകയാണ്. പക്ഷെ പിന്നെ നോക്കുന്നത് പറ്റുന്നില്ല. അപ്പോൾ തിരിച്ചറിയുകയാണ് വേറൊരു നൂല് കിടക്കുന്നു. അത് പൊട്ടിച്ച് കളഞ്ഞു കഴിയുമ്പോൾ വീണ്ടും പുറക്കാം 30 വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായ അനുഭവങ്ങളിൽ ആഴപ്പെടാൻ ഇടവരാതെ, വയസ്സ് പറഞ്ഞ പോലെ മതാത്മത എന്നൊക്കെ പറയുന്ന ഒരു റൊട്ടീൻ രീതിയായിട്ട് നമ്മൾ കുരിശ് വരയ്ക്കാനൊക്കെ അത്യാവശ്യം കൂടും, പള്ളിയിലൊക്കെ ഏതാണ്ട് കുഴപ്പമില്ല എത്തും. അങ്ങനെ ഒരു മതാത്മകത നമ്മൾ ദിവസം കണ്ടല്ലോ. മതാത്മകതയും ആത്മീയതയും വ്യത്യാസമാണ് നമ്മൾ കണ്ടു. ആത്മീയതയിലേക്ക് എത്തിക്കേണ്ടത് മതാത്മകത. പക്ഷെ അനേകരുടെ ജീവിതങ്ങൾ ഈ മതാത്മകതയെ തന്നെ പെട്ടുകിടക്കുകയാണ്. അതിനകത്ത് സാത്താൻ്റെ കെണിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മതനിഷ്ഠ കൊണ്ട് മാത്രം നമ്മൾ സ്വർഗീയരായിട്ട് ദൈവരായ അനുഭവത്തിലേക്ക് വരുന്നില്ല. നമ്മുടെ കഴിഞ്ഞ സെഷനൊക്കെ പലപ്പോഴും കണ്ട കാര്യമാണ്. സഭയിലെ അംഗമാകുന്നതുകൊണ്ട് മാത്രം നമ്മൾ ആ സ്വർഗത്തിൻ്റെ അംഗമാവുകയല്ല. സഭ സ്വർഗത്തിൻ്റെ ഈ ഭൂമിയിലുള്ള എംബസിയാണ്. ആ സഭയിലൂടെയാണ് സ്വർഗത്തിലേക്ക് നമ്മൾ വളരേണ്ടത്. സഭയിൽ അംഗമായതുകൊണ്ട് മാത്രമാരും സ്വർഗം ഉറപ്പായിട്ട് കിട്ടുന്നില്ല. നമ്മളെ കാര്യം ചിന്തിച്ച് ഓർമ്മിക്കുമല്ലോ. അപ്പോൾ ഈ മതാത്മകതയുടെ ചിട്ടകളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് നമ്മുടെ നാട്ടിലുമൊക്കെ ഇങ്ങനെ സാമൂഹികമായ തൃപ്തിയും അംഗീകാരവും ജോലി തിരക്കും ഒക്കെ ആയിട്ട് നീങ്ങുന്ന ഒരു വലിയ കെണിയും നമുക്ക് ഈ മതാത്മകതയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പറഞ്ഞ ആത്മീയതയിലേക്ക് ഉയരണം. യഹൂദരെയൊക്കെ ഈശോ കണ്ടമാനം സഹായിച്ചതിൻ്റെ ഒരു കാരണം അവർ ഈ മതാത്മകതയ്ക്കകത്ത് പെട്ടുകിടക്കുന്ന നിയമങ്ങളും ചിട്ടകളും വട്ടങ്ങളും എല്ലാം അതിനപ്പുറം ഉയരുന്നില്ല. അതാണ് ഈശോ അവരെ കർശനമായിട്ട് ശകാരിക്കാനൊക്കെ ഇടവന്ന പല സംഭവങ്ങളുടെയും പുറകിലുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പെൺകുട്ടി നോർമലായിട്ടുള്ള അവരുടെ പെരുമാറ്റ തലങ്ങളിൽ ഈ ആത്മീയ അനുഭവത്തിൽ ജ്വലിച്ച് ഉയർന്നിട്ടില്ല. ഇപ്പം ഈ ധ്യാനത്തിൽ കൂടി കഴിഞ്ഞപ്പോൾ നല്ലപോലെ കുമ്പസാരിച്ചിട്ട് സ്തുതിച്ച് പറന്നുയർന്ന അവസരം വന്നപ്പോഴാണ് ഈ 10 മീറ്റർ 20 മീറ്റർ വന്നപ്പോൾ ഈ വളയിലൂടെ അവരുടെ മേൽ കയറി കിടക്കുന്ന പിടുത്തം അവിടെ മുറുകിയിട്ട് അവൾക്ക് പൊങ്ങാൻ പറ്റാതെ വരുന്നു.
ഞാൻ പറഞ്ഞില്ല, രണ്ടാമത്തെ പെൺകുട്ടി ആ അർത്ഥനിയുടെ കാര്യം പറഞ്ഞതും സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹമാണ്, ബലപ്പെടുത്തി സ്തുതിക്കുന്നുമുണ്ട്, പക്ഷേ ഉറങ്ങിപ്പോവുകയാണ്. കാരണം അവിടെ മേലൊരു തിന്മയുടെ സ്വാധീനം കയറി കിടക്കുകയാണ്. അവളുടെ ഉള്ളം ഈ വിജാതി ആരാധനാ വേദികളിൽ ചെന്ന് അവിടെ തുറന്നു കൊടുക്കുക വഴിയായിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ചിലപ്പോൾ നമുക്ക് ചില അനുഭവങ്ങൾ കാണും. നന്നായിട്ടങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇനി സ്തുതിപ്പല്ലെങ്കിൽ പോലും പ്രാർത്ഥിക്കാൻ വന്ന് പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരനുഭവം ഇല്ല, ഒരു ഏകാഗ്രതയില്ല, വചനം വായിക്കാൻ ഒരു രുചിയില്ല, വചനപ്രഘോഷം കേൾക്കുമ്പോൾ ഒരു അനുഭവമില്ല. മാത്രമല്ല ഉറക്കവും മയക്കവും വരുന്നു, വായിക്കോട്ട വരുന്നു, ഒന്നും തിരിയുന്നില്ല, പള്ളിയിൽ പോകാൻ തോന്നുകയല്ല, പിന്നെ നിവൃത്തിയില്ലാതെ അങ്ങ് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള അനുഭവം കുരിശ് വരയ്ക്കാനിരിക്കുമ്പോൾ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴേക്കും വായിക്കോട്ടായ ഉറക്കം തന്നെ, അങ്ങനെ ഉറക്കം തൂങ്ങി വായിക്കോട്ട വിട്ടും അടുത്ത് ഒരു തരത്തിൽ കുരിശോര പൂർത്തിയാക്കുന്നു. പിന്നെ കുരിശോര കഴിയുമ്പോൾ ഒരു പ്രശ്നമില്ല. ഞാനിങ്ങനെ പറയുമ്പോൾ, നമ്മൾ ക്ഷീണമുള്ളപ്പോൾ വല്ല ദീർഘയാത്ര കഴിഞ്ഞ് അടുത്ത് ക്ഷീണിച്ച് വന്നിരിക്കുമ്പോൾ കുരിശോരയ്ക്കായിരുന്നാൽ ഉറക്കം വരാം. നല്ലപോലെ കിടന്ന് പണിയും കഴിഞ്ഞ് കയറി വന്നാൽ ഉറക്കം വരാം. പല മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഉറക്കം വരാം. രോഗത്തിൻ്റെ അവസരമാണെങ്കിൽ ഉറക്കം വരാം. ശാരീരികമായിട്ട് എന്തെങ്കിലും അവശതയുടെ അവസരമാണെങ്കിൽ ഉറക്കം വരാം. ആർക്കും ഉറക്കം തൂങ്ങിപ്പോകാം പ്രാർത്ഥനയിൽ. പക്ഷെ അങ്ങനെയല്ലാതെ അങ്ങനത്തെ പ്രത്യേകത ഒന്നും പ്രത്യേകിച്ചില്ല. മിക്കവാറും എല്ലാ അവസരങ്ങളിലും എന്ന പോലെ സന്ധ്യാപ്രാർത്ഥനയ്ക്കും വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോഴും എല്ലാം ഉറക്കം തൂങ്ങുന്നു, ബോറടിക്കുന്നു, പറ്റുന്നില്ല. അങ്ങനെയുള്ള അനുഭവം കാണുമ്പോൾ അതിനെ അവഗണിക്കാനുള്ളതല്ല. ഒരു പക്ഷേ അതിൻ്റെ പുറകിലുള്ള ഒരു കാരണം, സാഹചര്യം ഒന്നാം പ്രമാണത്തിൻ്റെ ഈ ലംഘന തലം ആയിരിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അതേക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഈ ഒന്നാം പ്രമാണത്തിൻ്റെ തലം നമ്മൾ വിജാതി ആരാധന ആലയങ്ങളിൽ പോയി ഇടപെടുക മാത്രമല്ല സംഭവിക്കുക, അല്ലാതെ സംഭവിക്കാം. ഈ പറഞ്ഞ അടയാളങ്ങൾ വഴി, അടയാളങ്ങളിലൂടെയും ഒരുപാട് കാര്യങ്ങൾ പകർന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വഴി തുറന്ന് കയറി വരുന്നുണ്ട്. ഇവിടെ ഒരു ധ്യാനം നടക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി, അവളൊരു നഴ്സിംഗ് പഠിക്കുന്ന കുട്ടിയാണെന്ന്, അമ്മയും കൂട്ടി ധ്യാനിക്കാനായിട്ട് വന്നു. ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് മുമ്പുള്ള രണ്ടാമത്തെ ഇൻ്റർവെൽ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷന് കയറാൻ വേണ്ടി ഞാനിങ്ങനെ വരുമ്പോൾ ഇവിടെ കാര്യങ്ങൾ നോക്കുന്ന സിസ്റ്ററിനെ ഒന്ന് വിളിച്ചാൽ അങ്ങോട്ടൊന്ന് വന്നിട്ട് വേണം പോകാനും. അത്യാവശ്യം സ്ത്രീകളുടെ ബെഡ്റൂമിൽ ഒരു കൊച്ചവിടെ കട്ടില കിടന്നുകൊണ്ട് ഇങ്ങനെ വിറയ്ക്കുക. ഈ സിസ്റ്റർ പറയുകയാണ്. ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ചെന്നു. പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ച ഈ പെൺകുട്ടിയാണ്. അവൾ കട്ടില കിടന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കിടന്ന് പിടച്ച് കിടക്കുകയാണ്. അവൾക്ക് എണീക്കാൻ പറ്റുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല, കണ്ണൂർ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ അവളെ വിളിച്ചു, തലയെടുത്ത് കൈവച്ചു. അവിടെ അമ്മ ധ്യാനിക്കുന്നതിന് അമ്മയെ കൂടി വിളിപ്പിക്കാൻ പറഞ്ഞു. ഒരു നേഴ്സ് ആ ഭാഷ ധ്യാനിക്കുന്നത് എനിക്കറിയാവുന്ന നേഴ്സുണ്ട്. അപ്പോൾ ഞാൻ ആ നേഴ്സിനെ കൂടി വിളിപ്പിച്ചു. അവളെ കൊണ്ടൊന്ന് പരിശോധിപ്പിച്ചു. അപ്പോൾ നേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പിലെപ്സിയിൽ അങ്ങനെ തോന്നുന്നില്ല, കാരണം കാര്യങ്ങളൊക്കെ നോർമലായിട്ടാണ്, പക്ഷേ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ചുകൂടി അസ്വസ്ഥ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അവളുടെ ചെവിയിൽ ഇട്ടിരിക്കുന്ന കമ്മൽ, അത് ഞാൻ നോക്കിയപ്പോൾ ശംഖിൻ്റെ അടയാളമാണ് അതിന്മേലുള്ളത്. അത് കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ വന്നു. ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞത് അഴിച്ച് എനിക്ക് ഊരി മാറ്റാൻ പറഞ്ഞു. അമ്മ അത് ഊരി മാറ്റി. ഞാൻ അവിടെ കഴുത്തിൽ കിടന്ന ഒരു നെക്ലേസ്, ചുമ്മാ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കടന്ന് മേടിക്കുന്ന കൂട്ട്, അത് എച്ച് എന്നൊരക്ഷരം ഇങ്ങനെ വലിയ അക്ഷരം കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ നീല കല്ലുകൾ പോലെയൊക്കെ എന്തോ. ഞാൻ ചെയ്ത് എന്താ ഇത്? അപ്പം അമ്മ പറഞ്ഞാൽ അറിയത്തില്ല, അവളെങ്ങനെ കണ്ടത് മേടിച്ചിട്ടതാണ്. ഞാൻ പറഞ്ഞ അഴിച്ച് മാറ്റും. കയ്യിൽ അങ്ങനെ സാധനം അതും അഴിച്ച് മാറ്റിച്ചു. കാലെ കോലിസ് അതും എടുത്ത് മാറ്റിച്ചു. ഞാൻ പറഞ്ഞ ശരീരത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ കെട്ടിരിക്കുന്നുണ്ടോ? ഒന്നുമില്ല ചാ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വ്യത്യാസം കണ്ടു. ബഹളമുണ്ടായാലും ശാന്തമായി. ഞാൻ പിന്നെ വന്ന് ടോക്കിന് കയറി. ടോക്കിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ടോക്കിലേക്ക് തുടങ്ങിയപ്പോഴേക്കും കൊച്ച് വന്ന് കയറി, ഒരു പുഞ്ചിരിയോടെ വന്ന് കയറി അവളുടെ സീറ്റ് വന്നിരുന്നിട്ട് ടോക്ക് കൂടുകയുണ്ടായി. അപ്പോൾ ഈ ശംഖിൻ്റെ ഒരു അടയാളം ഉള്ള കമ്മൽ, അതിനെന്താ എത്ര കുഴപ്പം? ചിലപ്പോൾ നമുക്ക് തോന്നും. ശംഖ എന്ന് പറയുന്നത് നമുക്കറിയാം, കടലിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്, കടൽ ജീവിയുടെ ആഭരണമാണ്. അത് അത്രയും ചിലർക്ക് നല്ല ഷേപ്പുള്ളതൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ശംഖെന്ന് പറയുന്നത് ചില മതവിശ്വാസങ്ങളിൽ അതിനേക്കാൾ ആഴപ്പെട്ട അർത്ഥതലങ്ങളുള്ളതാണ്. അപ്പം അതിലൂടെ ഒരു സ്വാധീനം അതിലേക്ക് വരുന്നതായിട്ട് നമുക്ക് അവിടെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു കൂടി ഞാൻ പറയാം. ഒരു 8-10 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ, വലുപ്പത്രമൊന്നുമില്ല, അവനൊരു വല്ലാത്ത അസ്വസ്ഥതയിൽ സ്കൂളിൽ പോകുന്ന വഴിക്കൊന്ന് വഴി വെച്ച് പേടിച്ചു എങ്ങനെയോ ആശുപത്രി കൊണ്ടുപോയി. അവന് ശ്വാസം വിടാൻ മേല. ആശുപത്രിയിൽ അഡ്മിറ്റായി ദിവസങ്ങൾ കഴിയേണ്ടി വന്നു. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇങ്ങനത്തെ അസ്വസ്ഥ വരുന്നു. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെ കൊണ്ടുപോയി പരിശോധിച്ചിട്ടൊന്നും പ്രത്യേക പ്രശ്നം കാണുന്നില്ല. അങ്ങനെ 7 ആഴ്ചകളായപ്പം ആ പയ്യൻ്റെ ബന്ധത്തിലുള്ള ഒരു സഹോദരി, ഞാനായിരുന്ന പ്രധാന ഇടവകയിൽ ഒരു കുടുംബത്തെ കല്യാണം കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥനയിൽ കണ്ട ചില അനുഭവങ്ങൾ, പ്രധാനത്ത് കണ്ടത് ഈ യുവതിക്ക് അറിയാമായിരുന്നു കൊണ്ട്
അവർ ഈ കുട്ടിയുടെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരാം, നമുക്ക് പ്രാർത്ഥിക്കാൻ നോക്കാം. അങ്ങനെ പയ്യനെ കൊണ്ട് ഒരു ദിവസം വന്ന കുടുംബം, അപ്പനും അമ്മയൊക്കെ. അപ്പോൾ പയ്യൻ്റെ കാര്യം ശ്രദ്ധിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി അവൻ്റെ ഒരു തിന്മയുടെ അരിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് വെച്ച് അന്ന് ഭയത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായപ്പം അന്ന് കയറിയതാണ്. അപ്പോൾ അന്നൊരു ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ കൊടക്കച്ചറ ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം നടത്താൻ ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നാളെ നിങ്ങളുടെ അപ്പനും അമ്മയും കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ധ്യാനം കൂട്, നമുക്ക് അത് കഴിഞ്ഞ് ശ്രദ്ധിക്കാം, നേരത്തേക്ക് നോക്കാം. ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഈ പയ്യൻ കൊച്ചു പയ്യനാണ്, പ്രായമുണ്ടെങ്കിൽ അതിൻ്റെ വലുപ്പമില്ല. അവനെ കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ശുശ്രൂഷകർ അവൻ്റെ ചുമതല ഏറ്റെടുത്ത് അവരുടെ കൂടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരിങ്ങനെ പല രീതിയിലും തിന്മയുടെ അരികൾ വെളിപ്പെട്ട് ഭയങ്കര ബഹളം വെക്കുകയാണ്. അങ്ങനെ ബഹളം വെച്ച് ഒരു ദിവസം അവരിങ്ങനെ ബഹളം വെച്ചിട്ട് ആ കൊച്ചുമുറിയിൽ പ്രാർത്ഥിക്കാതിരിക്കുന്ന മുറിയിൽ ജനാലയം കൂടെ കയറി മറിഞ്ഞ് വീണ്ടും കോക്കര് കാണിക്കും, ഒച്ച വെക്കും, പരിഹാസം ഉണ്ടാക്കും, ഇവിടെ ദേഹത്തോടെ കയറും, വരെ പിടിച്ചു വലിക്കും. അങ്ങനെ എല്ലാം പ്രാർത്ഥന ഉഴപ്പാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു സമയം ഒത്തിരി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പം ഈ ശുശ്രൂഷ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇവരെ ബലമായിട്ട് പിടിച്ച് നടക്ക് കിടത്തി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഭയങ്കര ഒരു ബഹളം കാണിച്ചവൻ. ഞാൻ ആ സമയത്ത് ടോക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇതിൻ്റെ അറിവെടുത്ത് മനസ്സിലായി അനുഭവമുള്ള വ്യക്തികളാണ് ഈ പ്രാർത്ഥനയുള്ളത്. അവർ ഈ പയ്യൻ്റെ നിറക്കം മുതൽ ഉള്ളകാല് വരെ ശരീരം മുഴുവനും ഓരോ ഭാഗം പറഞ്ഞ് കുരിശൻ്റെ മുദ്ര പതിച്ച് തിരുരക്തം തളിച്ചും തിരുമയുടെ പിടുത്ത് ഊരിക്കളഞ്ഞു. അങ്ങനെ ശരീരം മുഴുവനും പറഞ്ഞ് മേഖല എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഇത് വിട്ടുപോകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ അരൂപി ഇവരെ പരിഹസിക്കാനും കൂടെ തുടങ്ങി. ഞാൻ എവിടെ ഇരിക്കും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ചുണയുണ്ട് എന്നെ കണ്ടുപിടിച്ചിറക്കി വിടും, ഇങ്ങനെ ഒരു വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഇവർ കുറേ വിഷമിച്ചു. അങ്ങനെ ഇവർ പിന്നെ ഇങ്ങനെ തമ്പുരാൻ്റെ ഒരു നയിക്കലിന് വേണ്ടിയിട്ട് ദാഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു സഹോദരനോട് ഒരു നിർദ്ദേശം, ഒരു വ്യക്തത കിട്ടി, ഇവൻ്റെ ബെൽറ്റേലൊന്ന് നോക്കാൻ. ഉടനെ ആ അദ്ദേഹം ഇവനെ ബലമായിട്ട് പിടിച്ച് അവൻ്റെ ബെൽറ്റ് തപ്പാനായിട്ട് തുടങ്ങുകയാണ്. അത് അപ്പോഴേക്ക് പെട്ടെന്ന് ചുരുണ്ട് കൂടി കൈകൊണ്ട് ബെൽറ്റ് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഈ ചുരുണ്ട് കൂടി കിടക്കുകയാണ്, ബെൽറ്റ് തൊടിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ബെൽറ്റിന് എന്താ കാര്യമുണ്ട്. ഉടനെ അവർ ബലമായിട്ട് ഇവനെ വലിച്ച് നിവർത്തി കിടത്തിയിട്ട് അവൻ്റെ ഷർട്ട് പൊക്കി വെച്ചിട്ട് ഈ പാൻസിൻ്റെ ബെൽറ്റ് അതിന് ഊരിയെടുത്തിട്ട് അത് നോക്കുമ്പോൾ അതിൻ്റെ ബക്കിളയിൽ ഒരു ചെറിയൊരു എംബ്ലം പോലെ ഒരു അടയാളമുണ്ട്. അതൊരു ആനയുടെ അടയാളമാണ്. ആന. ഇത് ബെൽറ്റ് മാറിക്കഴിഞ്ഞവർ പ്രാർത്ഥിച്ചപ്പോൾ ഈ പയ്യൻ ഫ്രീ ആയി. ഞാൻ ടോക്ക് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവരെന്നെ ഈ ബെൽറ്റുമായിട്ട് പയ്യനെ കൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ചാൽ ഇന്ന് ഇതായിരുന്നു വിഷയം, ഇതാരാണ് ഇന്ന് കെട്ടഴിഞ്ഞ് കിട്ടിയത്, വെച്ചാൽ ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചു തരികയാണ്. ഇതൊക്കെ എനിക്ക് ആ നാടുകളിൽ ആദ്യത്തെ അനുഭവങ്ങളാണ്. ആനയുടെ അടയാളം അല്ലെ ശംഖിൻ്റെ അടയാളം. ഈ ആനയുടെ അടയാളത്തിൽ എന്താ കുഴപ്പം? ആന, നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ആനകളുണ്ട്. ആന ഒരു സാധാരണ മൃഗം, നമ്മൾ ഒത്തിരി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആനയെന്ന് പറഞ്ഞ ചില വിശ്വാസ മേഖലകളിൽ ചില ദേവീദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം ആ രീതിയിൽ ആനയുടെ ചിത്രങ്ങൾ എടുത്ത് വെക്കുകയും രൂപങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ വരുന്നിടത്ത് അതിൻ്റെ തന്നെ സ്വാധീനം കടന്നു വരുന്ന അതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് അത്ര വിശ്വാസം ആവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ മറ്റൊരു അനുഭവം കൂടെ ഇന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ ചില നമ്മൾ മനസ്സിലാക്കാനായിട്ട് നോക്കാം, ഇതിൻ്റെ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത്. ഞാൻ വർത്തമാനം തന്നെ ആയിരിക്കുമ്പോഴുണ്ടായ മറ്റൊരു അനുഭവമാണ്. ഒരു യുവതിക്ക് വേണ്ടിയിട്ട് കുറേ ആഴ്ചകൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. 10 വർഷത്തോളമായിട്ട് ആ പെൺകുട്ടി ഒരു പൈശാചികമായ പീഡയ്ക്ക് അടിപ്പെട്ട് ഇങ്ങനെ വിഷമിക്കുകയായിരുന്നു. മാതാപിതാക്കന്മാരെ കൂട്ടിക്കൊണ്ട് വന്ന് അങ്ങനെ പ്രാവശ്യം വന്ന് പ്രാർത്ഥന എടുത്തു പോയി. പിന്നീട് ഒരിക്കൽ വന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഫ്രീ ആയില്ല അന്ന്. അതുകൊണ്ട് പിന്നെ അവിടെ താമസിപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാനത് അവിടെ താമസിപ്പിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു. അത് ആ പ്രാർത്ഥന പിന്നെ നീണ്ടു പോയി. പ്രാർത്ഥിക്കും, വിടുതൽ കിട്ടും, പിന്നെ അവസ്ഥ വരും. അങ്ങനെ വന്നപ്പോൾ ഞാൻ മറ്റു സഹോദരന്മാരുടെയൊക്കെ സേവനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇടവക്കാരുടെ അനുവാദത്തോടെ കൈക്കാരന്മാരൊക്കെ പറഞ്ഞിട്ട് ആ പ്രാർത്ഥന കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയി പൂർണ്ണമായിട്ട് ഫ്രീ ആകാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പ്രാർത്ഥന നീണ്ടുപോയിട്ടുണ്ട്. 52-ാം ദിവസമാണ് ആ കുട്ടിക്ക് പൂർണ്ണ വിടുതൽ കിട്ടുന്നത്. ആ 52 ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ആത്മീയ ശുശ്രൂഷ മേഖലയെക്കുറിച്ചും നമ്മൾ പങ്കുവെക്കുന്ന ഒന്നാം പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം തമ്പുരാൻ എന്നെ പഠിപ്പിച്ചു. ഒപ്പം ഇടവകയിലുള്ള അനേകർക്ക് ബോധ്യം കൊടുക്കാൻ തമ്പുരാൻ ഇടവരുത്തിയ ഒരു പ്രാർത്ഥനയുടെ ഒരു അവസരമായിരുന്നു ഈ പെൺകുട്ടികളുടെ പ്രാർത്ഥന. അവസാനം അവിടെ നല്ല ഫ്രീ ആയിട്ട് പോയി മെഡിക്കായിട്ട് പിന്നെ പോയി ഉപരിപഠനമൊക്കെ നടത്തി അങ്ങനെ മെഡിക്കായിട്ട് അവിടെ പിന്നോട്ട് പോകാനായിട്ട് വരികയും ചെയ്തു 10 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം. അപ്പം ആ ദിവസങ്ങളിലെ അനുഭവങ്ങൾ പലതും ഞാൻ സൂചിപ്പിച്ച പോലെ ഒത്തിരി കാര്യങ്ങൾ ഇവിടുത്തെ കിട്ടിയ കാര്യങ്ങളാണ്. ഒരു ആദ്യ അവസരങ്ങൾ ഒരു ദിവസം അവിടെ താമസിക്കാൻ തുടങ്ങിയതിൻ്റെ ആദ്യ നാളുകൾ ഒരിക്കൽ ഞങ്ങൾ ഇടവക്കാർ കുറച്ച് പേര് പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. ഒരുമിച്ചിരുന്ന് ഞങ്ങൾ രാവിലെ കാപ്പി കഴിഞ്ഞുള്ള ഒരു സമയം ഒരു 9:30 മുതലിരുന്ന് പ്രാർത്ഥിച്ചു.
ഒരു 10-11 ആയപ്പോൾ 2 മണിക്കൂറൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. അപ്പോൾ ഈ അപ്പനെ അവിടെ കാവലിരുത്തി. അവളതുപോലെ ബഹളമായിരുന്നു. ആ ബഹളമെല്ലാം അങ്ങ് തീർന്ന് പിടിച്ച് കിടത്തിയിട്ട് പ്രാർത്ഥിച്ചത്. ബഹളമെല്ലാം തീർന്ന് ഇവിടെ മയം കിടക്കുകയാണ്. അപ്പോൾ തിന്മയുടെ സാന്നിധ്യങ്ങൾ ഇങ്ങനെ കയറി കഴിയുമ്പോൾ ബഹളത്തിൻ്റെ ചില സ്റ്റേജുകളുണ്ട്, അതിൽ പിന്നെ ഇങ്ങനെ മയം കിടക്കുന്ന ചില അവസരങ്ങളുണ്ട്. ഈ മയം കിടക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് വിടുതലായിട്ട് വന്നിട്ടില്ല, തിന്മയുടെ അരുവിയുണ്ട്, അവനങ്ങ് അകത്തേക്ക് വലിഞ്ഞിരിക്കുക, ഒതുങ്ങിയിരിക്കുക. പക്ഷെ അവൻ പോയിട്ടില്ല. ശക്തമായ പ്രാർത്ഥന വീണ്ടും കിടക്കും, അല്ലെങ്കിൽ വീണ്ടും പ്രാർത്ഥന വഴി അത് ഊരിക്കളയേണ്ട ആവശ്യമുണ്ട്, ഇറക്കി വിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ഒരു 10 മിനിറ്റ് ഒന്ന് ഇടവേളെടുക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ അപ്പനെ കാവലെടുത്തിരിക്കുകയാണ്. അപ്പൻ അവിടെ എടുത്തിരിക്കുന്നു. അവിടെ ഇങ്ങനെ നീണ്ടു നിവർന്നിട്ട് കിടക്കുകയാണ് പ്രാർത്ഥനയുടെ മുറിയിൽ, കണ്ണടച്ച് കിടക്കുന്നു, പരിസരബോധം ഒന്നുമില്ല. അങ്ങനെ അവൾ അപ്പനോട് കാവലിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആ ഭാഗത്തൊരു പാസ് ചെയ്തപ്പോൾ അപ്പൻ എന്നെ ഇങ്ങനെ ഒച്ച കേൾപ്പിക്കാതെ കൈ കാട്ടി വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് എന്താ ചോദിച്ചപ്പം അപ്പൻ എന്നെ മിണ്ടാതെ ആംഗ്യം കാണിച്ചിട്ട് നോക്കാൻ പറഞ്ഞിട്ട് ആ പ്രാർത്ഥനാ മുറി വെച്ചിരുന്ന മാതാവിൻ്റെ ചെറിയൊരു ലാമിനേറ്റ് ചെയ്ത ചിത്രം ഉണ്ടായിരുന്നു. ഈ ചിത്രം എടുത്തിട്ട് ഈ അപ്പൻ ഇവളുടെ മുഖത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. അവൾ കണ്ണടച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. ഈ മുഖത്തോട് ചിത്രം ഇങ്ങനെ വന്നപ്പോഴേക്കും അവൾ പെട്ടെന്ന് മറുവശത്തേക്ക് തല വെട്ടിച്ചു മാറ്റി. അപ്പൻ അങ്ങോട്ട് ചിത്രം കൊണ്ട് ഇങ്ങോട്ട് വെട്ടിച്ചു മാറ്റി. അപ്പം അപ്പനത് വീട്ടിൽ പലപ്പോഴും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനത് ആദ്യം കാണുക, എൻ്റെ ലൈഫിലൊന്ന് ആദ്യമായിട്ട് ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച് ഉറങ്ങി മയം കിടക്കുന്നൊരു വ്യക്തി ഇങ്ങനത്തെ ചിത്രം വന്നു കഴിയുമ്പോൾ അതിനോട് അസ്വസ്ഥയോടെ പ്രതികരിക്കുന്നത് ഞാൻ ആദ്യം കാണുകയാണ്. അപ്പോൾ അതെനിക്ക് കാണിച്ചു തരാൻ വേണ്ടി അപ്പനിങ്ങനെ ചെയ്യുകയാണ്. ഏതാനും പ്രാവശ്യം ഇങ്ങനെ കാണിച്ചു. ഞാനതിങ്ങനെ അല്പത്തോടെ വീഴ്ച നിന്ന് ആശ്ചര്യത്തോടു കൂടെ അപ്പൻ ആ ചിത്രം മാതാവ് ചിത്രം മാറ്റി വെച്ചിട്ട് അവിടെ കിടന്ന ഒരു പുസ്തകമോ പേപ്പറോ അവിടെ എടുത്തിട്ട് ചുമ്മാ ഇവിടെ മുഖത്തോട് കൊണ്ടുവന്നു. അതവിടെ മുഖത്തോട്ട് വെച്ചു. അത് അവിടെ ഇരുന്ന് അവിടെ തലചരിച്ചില്ല. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഈ ചിത്രങ്ങളിലൂടെ ആ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുടെ ശക്തി പ്രസരിക്കുന്നുണ്ട് എന്ന്. ഇത് അമ്മയുടെ ചിത്രമാണല്ലോ. എബ്രാസ്യാമിയുടെ ലിഖിതങ്ങൾ വായിച്ചു വരുമ്പോൾ അതിലൊരു ലിഖിതത്തിൽ നമുക്ക് ഒരു സംഭവം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എബ്രാസ്യാമിയുടെ ലിഖിതങ്ങളിൽ 29-ാമത്തെ കത്തിലാണ് ഈ അനുഭവം എബ്രാസ്യം പങ്കുവെക്കുന്നത്. അതിങ്ങനെ എഴുതിയിരിക്കുകയാണ്: പ്രിയ പിതാവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയും പകലും കുറെ അട്ടഹാസവും തിരക്കും ഇടിയും ദോഷണവും ഉണ്ടായിരുന്നു. പിശാചുക്കളുടേതാണ്. കുറെ വ്യസനവും എനിക്ക് തോന്നി. ഇത് കാരണം പേടിയും വിഷമ സങ്കടവും. വാതിലിന്മേൽ ശക്തിയുള്ള ഇടിയെ നിർത്തുന്നതിന് പശുത്തെ അമ്മ തന്നെ സഹായിക്കട്ടെ എന്ന് ഉറച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ രൂപം വാതിലിന്മേൽ ഒട്ടിച്ചു വെച്ചു. പിന്നെ വാതിലിന്മേൽ തൊട്ടിട്ടില്ല പിശാചുക്കൾ. അതോടെ അധികം അരിശം കൊണ്ട് അറശയോടെ ഞങ്ങളുടെ ശത്രുവായ മറിയത്തെ ഈ വാതിലിന്മേൽ ആണിയായി തറച്ചിരിക്കുന്നു. ആ ദുഷ്ടത്തെ ഞങ്ങൾക്ക് വാതിലിന്മേൽ തൊടുവാൻ കൂടെയും പാടില്ലാതെ ആക്കിയല്ലോ. പിന്നെ കുറെ ദോഷങ്ങളെല്ലാം കൂടെ പറയുകയാണ്. ഇപ്പം ഇങ്ങനെ അനുഭവം പറഞ്ഞിരിക്കുന്നത് കൊച്ചു സംഭവം, ചെറിയ സംഭവം മാത്രം. പക്ഷേ അതോരോ കാര്യങ്ങളുണ്ട് നമുക്കറിയാം. പശുത്തെ അമ്മയുടെ ഒരു ചിത്രം എബ്രാസ്യാമ തൻ്റെ മുറിയുടെ വാതിലിൻ്റെ അകത്ത് വശത്ത് ഒട്ടിച്ചു വെച്ചു. എല്ലാ രാത്രിയും പിശാചുക്കൾ വന്ന നാളുകളിൽ ഇങ്ങനെ ഇടിയും തൊഴിയും ചവിട്ടും ചിത്തവാക്കും തന്നെ കേട്ട് എബ്രാസ്യം ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചപ്പോൾ ആ രാത്രി പിശാചുക്കൾ വന്നപ്പോൾ എബ്രാസ്യം പറയുകയാണ്, ഈ പിശാചുക്കൾ കഥകളിട്ട് ചവിട്ടാൻ പറ്റുന്നില്ല, ഒച്ച വെക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മറിച്ച് അവർ പറയുകയാണ്, ഞങ്ങളുടെ ശത്രുവായ മറിയത്തെ ഞങ്ങൾക്ക് ആണിയായിട്ട് ഈ കഥകൻ്റെ മേൽ പറ്റിച്ചു വെച്ചിരിക്കുന്നു നീ എന്ന് പറഞ്ഞ് അവർ ചീത്ത പറയുകയാണ്. എബ്രാസ്യം ചീത്ത പറയുകയാണ്. പശുത്തെ അമ്മയുടെ ഒരു ചിത്രം ആ കഥകിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആ ചിത്രം വഴി വെറും ചിത്രം മാത്രമല്ല, അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ആ സാന്നിധ്യം ഒരുപക്ഷെ നമുക്കൊരു ചിത്രം ഒട്ടിച്ച് വെക്കുമ്പോൾ നമുക്കത് തിരിയുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പൈശാചിക അരൂപികൾക്ക് നമ്മൾ കാണുന്നതിനപ്പുറം കാര്യങ്ങൾ കാണാൻ അറിയാനും അനുഭവിക്കാനും പറ്റും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈശോയെക്കുറിച്ച് അവർ നീ ആരാണെന്ന് എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധൻ, അങ്ങനത്തെ ഒരു കാര്യം അവർക്ക് അറിയാൻ പറ്റും. കുരിശ വരച്ച വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുമ്പം രക്തമാണെന്ന് പറഞ്ഞ് തുപ്പിക്കളയുന്ന രംഗം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം കുരിശ് വരയ്ക്കുമ്പോൾ കുരിശിലുള്ള ഈശോയുടെ തിരുരക്തം വെള്ളത്തിൽ കലരുന്നതായിട്ട് ആ വെള്ളത്തിനൊരു പവർ നിറയുന്നതായിട്ട് നമുക്ക് തിരിയുന്നില്ല. പക്ഷെ അശുദ്ധാത്മാക്കൾക്ക് തിരിയുന്നു. വിശുദ്ധേരത്തിൻ്റെയൊക്കെ പവർ എന്താ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്, മനസ്സിലാക്കണം. ഞാൻ ഈ പവർ, പുരുഷൻ്റെ അടയാളത്തിൻ്റെ പവർ അറിഞ്ഞത് ഈ അനുഭവങ്ങളിലൂടെയാണ്. ഒരു ചിത്രം വെക്കുന്നതിൻ്റെ കരുത്ത് എന്താണെന്നുള്ളത് ഞാൻ എടുത്തത് ഇങ്ങനത്തെ അനുഭവങ്ങൾ വായിച്ച് കേട്ട് കണ്ടും വന്നപ്പോഴാണ്. അപ്പോൾ മാതാവിന് ചിത്രം വെക്കുമ്പോൾ വെറും ചിത്രം അവിടെ ഒട്ടിച്ചു വെച്ചു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, മാതാവിന് ചിത്രം നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ട നമ്മൾ എടുത്തു, നമ്മുടെ ഉള്ളിൽ മാതാവിൻ്റെ സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്, മാതാവിൻ്റെ സാന്നിധ്യം വേണം നമ്മൾ ആഗ്രഹിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആ ആഗ്രഹത്തോടെ നമ്മൾ ആ ചിത്രം അവിടെ ഒട്ടിച്ചു വെക്കുമ്പോഴും ആ ചിത്രത്തിലൂടെ മാതാവിന് ശക്തമായ സാന്നിധ്യം അവിടെ വരുന്നുണ്ട്. ആ സാന്നിധ്യം സംരക്ഷണം കിട്ടുന്നുണ്ട്.
ഒരിക്കലും ഞാൻ ഈ പെൺകുട്ടിയെ കൊണ്ട് പ്രാർത്ഥനയുടെ ഇടയിൽ പലയിടത്തും അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം പോകേണ്ടി വന്നിട്ട് പ്രാർത്ഥന സ്വീകരിക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. കാര്യം പെൺകുട്ടി ഇത്ര അസ്വസ്ഥപ്പെട്ട അവസ്ഥയിൽ ഒന്ന് പള്ളിക്കലുള്ളപ്പോൾ ഈ പെൺകുട്ടിയെ അവിടെ ആക്കിയിട്ട് എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ പോകാൻ പറ്റാതെ വരുമ്പോൾ പെൺകുട്ടിയും പ്രാർത്ഥനക്കാരെ ഒരുമിച്ച് വണ്ടി കയറ്റി അങ്ങനെ യാത്ര പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങളങ്ങനെ ചെന്ന് ഒരു ഭവനത്തിലേക്ക് കയറുമ്പോൾ, ഒരു ഹൗസിൽ കയറേണ്ടി വന്നപ്പോൾ, ആ ഹൗസിൻ്റെ വാതിലിൻ്റെ അകത്ത് മുകളിലായിട്ട് ഗീവർഗീസിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇതിനെ കയറ്റാനായിട്ട് നോക്കുമ്പം ഈ പെൺകുട്ടി വാതിലോട് വരികയാണ്. അവൾ അസ്വസ്ഥപ്പെടുകയാണ്. സാമാന്യം നോർമലായിട്ടാണ് വന്നിരിക്കുന്ന പിള്ളേരൊക്കെ കൂടി പിടിച്ചോണ്ട് നിപ്പുണ്ട് കൂടെ ഉണ്ട്. പക്ഷേ ഈ വാതിൽക്ക് വരുമ്പോൾ കയറിയില്ല. എന്ത് ചെയ്താൽ അവൾ പറയുകയാണ്, ഇവിടെ ഒരുത്ത് നിപ്പുണ്ട്, ഇവിടെ ഒരുത്തിൽ ഇവിടെ നിപ്പുണ്ട്. എന്താ ആരാ? അവിടെ ഞാൻ കയറത്തില്ല, അവിടെ ഒരുത്ത് നിപ്പുണ്ട്. എന്നാൽ ആ വാതിൽക്കട പോകാം, അതിലേ വരാം. അങ്ങനെ കയറി. പിന്നെ എന്താ ഇവിടെ ആരാ ഉള്ളത്? അങ്ങനെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് കണ്ടത് ഗീവർഗീസൻ വല്യച്ഛൻ്റെ ചിത്രമാകത്തിരിക്കുകയാണ്. ആ ചിത്രം ആ വാതിൽക്കൽ മുകളിലിരിക്കുമ്പോൾ അതുവഴി ആ വിശുദ്ധൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. നമ്മളത് വെച്ചവർ പോലും മറന്നുപോയി ഓർക്കുന്നില്ല. പക്ഷേ ഈ അരുവിക്ക് തിരിച്ചറിയാണ്ട് പറ്റുകയാണ്. ഈ പെൺകുട്ടിക്ക് വേണ്ടി ആ 80 ദിവസ പ്രാർത്ഥനയുടെ കേസിൽ ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മറ്റൊരവസരത്തിൽ ഈ ഗീവർഗീസ് വല്യച്ഛൻ്റെ മാധ്യസ്ഥം സാന്നിധ്യത്തിൻ്റെ പവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അരുവത്തറ പള്ളിയിൽ നിന്ന് അരുവത്തറ വല്യച്ഛൻ്റെ ഒരു അല്പം വലിപ്പമുള്ള ഒരു ഫ്രെയിം ചെയ്ത ചിത്രം ഞാൻ വാങ്ങിച്ചു. അത് ഞാൻ വെഞ്ചരിച്ച് വെച്ചു. എന്നിട്ട് അതുമായിട്ട് ഞാൻ അടുത്തൊരു പ്രാർത്ഥന സെഷൻ വന്നപ്പോൾ ഇവിടെ പക്കലേക്ക് പ്രാർത്ഥിക്കാൻ ആ ചിത്രം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഈ ചിത്രം കണ്ടപ്പോഴേ അവൾ വല്ല തിന്മയുടെ ഒരു വല്ലാണ്ട് കിടന്ന് ബഹളം വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ചിത്രം എടുത്ത് അവളെ ബലമായിട്ട് നിലത്ത് പിടിച്ച് കിടത്തിരിക്കും. 8-10 പേര് കാലൊക്കെ ഇങ്ങനെ ഷോള് കൊണ്ട് ബന്ധിച്ചും വായൊക്കെ ഇങ്ങനെ ഷോള് കൊണ്ട് മൂടി വെച്ചും ഒളിച്ച് കെട്ടിയൊക്കെ, അല്ലെങ്കിൽ തുപ്പുകയും ചിത്തപ്പറിക്കെല്ലാം ചെയ്യും. അങ്ങനെ പിടിച്ച് കിടക്കുമ്പോൾ പ്രാർത്ഥന കുറേ എടുത്തിട്ട് അവസാനം വല്യച്ഛൻ്റെ മാധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ചിത്രം ഫോട്ടോ എടുത്ത് ഞാൻ അവളുടെ മറന്ന് കിടക്കുന്ന അവളുടെ മുഖത്തിന് മുകളിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു. അങ്ങനെ പിടിക്കുമ്പോഴേക്ക് അതിലേക്ക് നോക്കിയിട്ട് അവൾക്ക് നോക്കാൻ ഇഷ്ടമില്ല. അത് സാന്നിധ്യം അവൾ ബഹളം വെക്കുകയാണ്. ഇത് കൊണ്ടുപോകണമെന്ന് വിളിച്ച് പറയുകയാണ്. പക്ഷെ ഞങ്ങൾ ബലമായിട്ട് ചിത്രം പിടിച്ചുകൊണ്ട് പിന്നെ പ്രാർത്ഥിച്ച് വല്യച്ഛൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ഈ തിന്മയുടെ ഒരു പുറത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം എടുത്തപ്പോൾ എൻ്റെ കൈ കാണിക്കാൻ തുടങ്ങി. ചില്ലിട്ടൊരു ചിത്രമാണത്. അപ്പോൾ ആ ചിത്രം ഞാൻ മാറ്റിയാൽ പറ്റുകയില്ല. ഞാനത് അവളുടെ മുഖത്തോട്ട് തന്നെ അങ്ങ് വെച്ചു. മുഖത്തിരിക്കട്ടെ, എന്നിട്ട് ബലമായിട്ട് പിടിച്ചു. കാരണം അവളുടെ കൈയെല്ലാം അവൾക്കൊരു ബലമായിട്ട് പിടിച്ചിട്ടുണ്ട്. അവൾ ചെയ്യാൻ പറ്റുകയില്ല. മുഖത്ത് തന്നെ ഇരിക്കട്ടെ, സ്പർശനം കിട്ടട്ടെ. അങ്ങനെ ശക്തിയോടെ പ്രാർത്ഥിക്കുകയാണ്. കുറച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ബഹളമെല്ലാം ഒതുങ്ങി ശാന്തമായി. ശാന്തമാകുമ്പോൾ ആദ്യ നാളുകളിലൊക്കെ ശുശ്രൂഷ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യ നാളുകളിൽ ശാന്തമാകുമ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിപ്പോയി, ആൾ ഫ്രീ ആയി, പ്രാർത്ഥന നിർത്തും അന്നേരം. എന്ന് മാത്രമല്ല കയ്യിലെ കെട്ടൊക്കെ അഴിക്കും, അവിടെ പോയി എണീപ്പിക്കാൻ നോക്കും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത അവസരങ്ങളിൽ ആദ്യ അവസരങ്ങളിൽ കണ്ടു ഈ കെട്ടൊക്കെ അഴിച്ചങ്ങൾ പ്രാർത്ഥന നിർത്തി ഇച്ചിരി സ്വസ്ഥമായിട്ടിരുന്ന് ചില വല്ല വർത്തമാനമൊക്കെ പയ്യെന്ന് പറഞ്ഞ് ആശ്വാസം എടുത്ത് കയ്യിൽ കെട്ടൊക്കെ അഴിച്ച് കഴിയുമ്പോഴേക്കും പെൺകുട്ടി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയായിരിക്കും. അവിടെ പയ്യെ ചെറുതായിട്ട് കണ്ണിങ്ങനെ അല്പമായിട്ടൊക്കെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പരിസരമൊക്കെ നിരീക്ഷിച്ചിട്ട് ഒരൊറ്റ കുതിപ്പാണ്. കുതിച്ച് ഞെണീറ്റ് അങ്ങനെ എതിരെയാണ് ഓടിപ്പോകുന്നത്. നമ്മൾ വഴി കണ്ടു വെച്ചിട്ടുണ്ട്. ആ പോകുന്ന പോക്കിന് കുറേ ഇടിയും തൊഴി എല്ലാം കൊടുത്തിട്ട് ഒറ്റ മിന്നായം പോലെ പായുകയാണ്. തുറന്ന് കിടക്കുന്ന വാതിലോട്ട് അതിൻ്റെ പുറക്കും. പിന്നെ ഞങ്ങൾ പുറകെ ഓടേണ്ടി വരും. അങ്ങനത്തെ അനുഭവങ്ങൾ വന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ശാന്തമായിട്ട് കിടന്നാലും വിടാൻ പാടില്ല. അപ്പോൾ ശാന്തമായെന്ന് കണ്ടപ്പോഴും ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല. ശാന്തമായി ചിലപ്പോൾ ഇങ്ങനത്തെ കെണിയായിരിക്കും, ട്രിക്കായിരിക്കാം. ചിലപ്പോൾ ഇതങ്ങോട്ട് ഡോർമെൻ്റായി ഉള്ളിലേക്ക് അരുവിയൊക്കെ ഒതുങ്ങിയിട്ട് ആൾ മയങ്ങി കിടക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ഇത് വിട്ടുപോയിട്ട് ആൾ ഫ്രീ ആയതായിരിക്കാം. ഫ്രീ ആയതാണെങ്കിൽ സാധാരണഗതിയിൽ അപ്പോൾ തന്നെ കൊച്ച് നോർമലായിട്ടുള്ള പെരുമാറാൻ തുടങ്ങും. അവിടെ കയ്യേലെ കെട്ട് അഴിക്കാൻ നോക്കും. അവൾ അതിന് കെട്ട് കാണുമ്പം സങ്കടം വരും, കരയാൻ തുടങ്ങും. ആൾക്കാർ കാലെ പിടിക്കുന്ന അവൾ പെട്ടെന്ന് കാലിൽ മാറ്റാൻ നോക്കും. ആ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ആ വ്യക്തി തന്നെയാണ് നോർമലാണ്, അങ്ങനത്തെ പെരുമാറ്റം വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോർമലായി ശാന്തമായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഈ പടം മാറ്റിയില്ല, ഞങ്ങൾ പ്രാർത്ഥന നിർത്തിയില്ല. ഞാൻ അതിന് പകരം കുനിഞ്ഞ് നിലത്തോട്ട് കുനിഞ്ഞ് അവരുടെ മുഖം ഈ ചിത്രത്തിൻ്റെ കീഴായതിൻ്റെ മുഖം ഒന്ന് കാണാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അവിശ്വസനീയമായ കാഴ്ചയാണ് സഹോദരങ്ങളെ. എന്താണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനയുടെ ഇവിടെ ബഹളത്തിൻ്റെ ഒക്കെ തിരക്കിനിടയിൽ അവിടെ മുഖത്ത് വെച്ചിരുന്ന ഈ ചിത്രം കുറച്ച് മുകളിലേക്ക് നിരങ്ങിപ്പോയിരുന്നു. നിരങ്ങിപ്പോയിട്ട് ഈ ഗീവർഗീസ് വല്യച്ഛൻ്റെ കുതിരയുടെ കീഴിലൊരു പാർട്ടി കിടപ്പുണ്ടല്ലോ, ആ പാർട്ടിയാണ് ഇവിടെ ചുണ്ടത്തിപ്പോൾ ഇരിക്കുന്നത്. ആ പാർട്ടിയെ മുത്തിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്, നല്ല കൂളായിട്ട് ആസ്വദിച്ച്. എനിക്കിത് കണ്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്. ഞാൻ അപ്പോഴും ആ ചിത്രം താഴേക്ക് പെട്ടെന്ന് നിരക്കി മാറ്റി. അവളുടെ മുഖം കൊണ്ട് അവളിങ്ങനെ ബലമായിട്ട് ആ ഒപ്പം വരാൻ നോക്കി പറ്റിയായിരുന്നു. വന്നപ്പോഴത്തേക്കും അവളുടെ മുഖത്തായിട്ട് വല്യച്ഛൻ്റെ ആ ചിത്രത്തിൻ്റെ ഭാഗം വന്നപ്പോഴേക്കും അവൾ ബഹളം വെക്കാൻ തുടങ്ങി. വീണ്ടും ബഹളമായി.
അപ്പോൾ ഞാൻ വീണ്ടും ചിത്രം ഒന്ന് തിരിച്ച് കയറ്റി കൊടുത്തു. ഇത് ഈ താഴെ കിടക്കുന്ന സർപ്പത്തിൻ്റെ അവസ്ഥ ഇവിടേക്കോ അതരങ്ങൾ വന്നപ്പോഴേക്കും അവിടെ മുത്തിക്കൊണ്ട് കിടക്കുകയാണ്. അവിശ്വസനീയമായ കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനത് ഏതാനും പ്രാവശ്യം കൂടി ഇത് വെരിഫൈ ചെയ്ത് നോക്കി, കൃത്യം ഒരു സംശയമില്ല. അപ്പോൾ ഞാൻ അടുത്തടുത്ത് പ്രാർത്ഥിക്കുന്നവരെ ഓരോരുത്തരുടെ അടുത്ത് കൈ കാണിച്ചത് കുരിഞ്ഞ് നോക്കാൻ ഞാൻ കാണിച്ചു കൊടുത്തു. അവർക്ക് ഇതൊരു പുതിയ കാഴ്ചയാണ്. അതോടെ പിന്നെ ഞാൻ ഈ പടം അവിടെ തന്നെ വെച്ച് ഞാനൊരു ഒരു പേപ്പർ എടുത്തിട്ട് ഈ ചിത്രത്തിൻ്റെ അടിഭാഗം ഞാനങ്ങ് മറച്ചു പിടിച്ചു. അത് മറച്ചു പിടിച്ചിട്ടാണ് പിന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ആ ചിത്രം. ഇത് ഇടവക്കാർ പലരും പല സമയത്ത് 52 ദിവസങ്ങൾ ഇങ്ങനെ ഈ കൊച്ചിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുക. 2-3 മണിക്കൂർ കമ്മച്ചന്മാരും അപ്പച്ചന്മാരും യുവജനങ്ങളും പിള്ളേരും ഒക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കപ്പെടില്ലെങ്കിൽ ഇതിന് പല അടയാളങ്ങൾ ഇങ്ങനെ വിടുതലിൻ്റെ എല്ലാം കാണാൻ പറ്റുമായിരുന്നു. അതെല്ലാം കാണാൻ കൗതുകം കൊണ്ടും കൂടെ പിള്ളേർ പിന്നെ അവരെല്ലാം വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. കൊച്ചിൻ്റെ ചെറിയ അവസ്ഥ കണ്ടിട്ട്, കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ ആ ആൾക്കാരെല്ലാവരും തന്നെ ഈ ഒരു അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടു. എൻ്റെ ചില സുഹൃത്തുക്കൾ അച്ഛന്മാരും മറിയ സിസ്റ്റേഴ്സും ഒക്കെ ഇടയ്ക്ക് ആ ദിവസങ്ങളിൽ അതിലെ വന്നപ്പോഴൊക്കെ ഞാൻ അവരെ പ്രാർത്ഥനയ്ക്ക് പയ്യെ കാര്യം പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തു. ആൾക്കാർ ബോധ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഒരു ചിത്രത്തിലൂടെ ഇതുപോലെയുള്ളൊരു സ്വാധീനം കടന്നു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നേരത്തെ കൊറോണ ബാധയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും എന്നുള്ള ആ ഒരു വചന പങ്കുവെക്കുന്ന ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാന വിഷയമാക്കിയിട്ടുണ്ട്. ജ്ഞാനം 18 20 മുതൽ 25 വരെയുള്ള വാക്യം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം സോളമൻ എഴുതിയതാണ്. അതിൻ്റെ പരമ്പരാഗതമായ ചിന്ത അല്ലെങ്കിൽ പ്രബോധനം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ മരുഭൂമിയിലൂടെ ഇസ്രായേൽക്കാർ യാത്ര ചെയ്ത അവസരത്തിലുണ്ടായ ഒരു മഹാമാരി. ആ മഹാമാരിയിൽ അനേകർ മരിച്ചു വീണ് നീതിമാന്മാർ മൃത്യുസ്പർശം അനുഭവിച്ചു. അപ്പോൾ അഹ്റോൻ ശുശ്രൂഷ ചെയ്ത് അതിനെ തടഞ്ഞു നിർത്തുന്ന സംഭവമാണ് 21-ാം വാക്യം, 20 വാക്യങ്ങൾ. നീതിമാന്മാർ മൃത്യുസ്പർശം അനുഭവിച്ചു, മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ ഒരു മഹാമാരി പടർന്നു പിടിച്ചു. എന്നിട്ട് ക്രോധം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവിടെ രക്ഷയ്ക്കെത്തി. തന്റെ ശുശ്രൂഷയുടെ പരിചയ പ്രാർത്ഥനയും പാപപരിഹാരത്തിന്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്തുകൊണ്ട് താൻ അങ്ങയുടെ ദാസനെ തെളിയിച്ചു. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിപ്പിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വിവരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണും 24-ാം വാക്യത്തിൽ അവൻ അണിഞ്ഞിരുന്ന മേലങ്കി ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു. 4 രക്തനിരകളിലെ പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വം ആലേഖനം ചെയ്തിരുന്നു. 25-ാം വാക്യം പറയുകയാണ്, വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി. അപ്പം ശക്തമായ ശുശ്രൂഷ അഹ്റോൻ ചെയ്തു. ആ ശുശ്രൂഷയിൽ പ്രാർത്ഥന, ധൂപകലശം, വചനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപയോഗം, അതിൻ്റെ എല്ലാം കൂടെ ചില വിശുദ്ധമായ അടയാളങ്ങളുള്ള തിരുവസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു. നമ്മളും ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ വിശുദ്ധ അടയാളങ്ങൾ വസ്ത്രം അണിയുന്നുണ്ട്. അത് ആഴപ്പെട്ട ഒരു ആത്മീയമായ വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. അന്ന് അവിടെ അഹ്റോന്റെ വസ്ത്രത്തിൽ 3 കൂട്ടം ഉണ്ടായിരുന്നു അടയാളങ്ങളായിട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് 4 അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിന് എന്താ പ്രത്യേകത? നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പം സങ്കീർത്തനങ്ങളിലൊക്കെ പ്രത്യേകിച്ചും കാണുന്ന ഒരു കാര്യമാണ്, ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അമ്പരം അനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ആകാശവും ഭൂമിയും അങ്ങയുടെ സുസ്ഥിര മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ മഹത്വം ദൃശ്യമാണ് എന്ന് റോമാലേഖനത്തിൻ്റെ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഈ സൃഷ്ടപ്രപഞ്ചം തന്നെ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ റോമാലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം, ലോക സൃഷ്ടി അത് ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തി ദൈവത്വം സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രകൃതം, സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ മഹത്വവും നന്മയും വെളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ള. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മേഘം, നല്ല നിരകൾ, നല്ല മനോഹരമായ പ്രകൃതി ഭംഗി, കൊച്ചു കുഞ്ഞുങ്ങൾ, മനോഹരമായ പക്ഷികൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഉള്ളത് ദൈവത്തിലേക്ക് ഇങ്ങനെ ഉയർത്തുന്നതാണ്. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ടല്ലോ ഈ സൃഷ്ടപ്രപഞ്ചം. ജ്ഞാനത്തിൻ്റെ പുസ്തകം തന്നെ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ സൃഷ്ടപ്രപഞ്ചം ഇതുപോലെ മനോഹരമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പുറകിലുള്ള സൃഷ്ടാവിനെ നമ്മൾ ചിന്തിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം ചിന്തിച്ചതാണ്. ദൈവത്തെ അറിയാത്തവർ സദേ ഭോഷരാണ്. ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർ കഴിഞ്ഞില്ല. ശില്പങ്ങൾ ശ്രദ്ധ പതിച്ച് അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. അഗ്നി, വായു, കാറ്റ്, നക്ഷത്ര വലയങ്ങൾ, ശോഭിച്ച സമുദ്രം,
ആകാശ തേജസ്സുകൾ ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായിട്ട് അവർ കരുതി. പക്ഷെ അവയുടെ സമുദ്രത്തിന് മതി മറന്നു പോയി. പക്ഷേ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവരുടെ കർത്താവെന്ന് അവർ ഗ്രഹിക്കട്ടെ. 5-ാം വാക്യം, സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യത്തിൽ നിന്നും അവരുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് നമുക്കറിയാം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കെല്ലാം ഈ പ്രപഞ്ചത്തിൽ തന്നെ ദൈവത്തിലേക്ക് തിരിയാനായിട്ട് സാധിക്കും. ആ ഒരു കാഴ്ചപ്പാടിലാണ് യഹൂദരുടെ ആദ്യത്തെ ദേവാലയം സോളമനൊക്കെ ഉണ്ടാക്കുമ്പം ആ ദേവാലയത്തിൻ്റെ വിരികളിലും കട്ടിളപ്പടികളിലും ഒക്കെ വിടർന്ന പുഷ്പങ്ങളും ഈന്തപ്പനകളും മാതള നാരങ്ങ കുത്തിവെച്ചിരുന്നു. ആ രീതിയിലാണ് ഈ വിശുദ്ധ അങ്കിയിൽ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ ചിത്രീകരിച്ച് വെച്ചിരുന്നത്. രണ്ടാമത്തെ കാര്യം അവിടെ ചിത്രീകരിച്ചിരുന്നത് ഇവിടെ നമ്മൾ വായിക്കുകയാണ്, 4 രത്നനിരകളിൽ പിതാക്കന്മാരുടെ മഹിമകൾ എന്ന് പറയും. 12 ഗോത്രപിതാക്കന്മാർ, അബ്രഹാം ഇസ്ഹാക്കിന്റെ പിതാക്കന്മാർ, യാക്കോബ് പിതാക്കന്മാർ. അവിടെ മഹിമകൾ എന്ന് പറയുന്നത് ദൈവാനുഭവത്തിൻ്റെ അടയാളങ്ങളാണ്. അവിടെ ദൈവാനുഭവം, യാക്കോബിന് ബഥേൽ അനുഭവം ഉണ്ടാകുന്നത് സ്വർഗത്തോളം ഉയർന്നൊരു ഗോപണി, മാലാഖമാർ കയറിപ്പോകുന്ന ഇറങ്ങി വരുന്നു. അബ്രാഹത്തിന് മാമയുടെ ഓക്കുവത്തേക്ക് ഇരിപ്പം 3 പേര് കടന്നു വരുന്നു. അങ്ങനെയുള്ള അവിടെ ദൈവാനുഭവത്തിൻ്റെ കാര്യങ്ങൾ ഇവർ ഇങ്ങനെ ചിത്രീകരിച്ച് വെക്കുന്നു. അതുവഴി അവരുടെ ദൈവാനുഭവത്തിൻ്റെ അനുസ്മരണവും അനുഭവ സാന്നിധ്യം ഇവിടെ പ്രഘോഷിക്കുക. നമുക്കും ഇന്ന് വിശുദ്ധരെ ചിത്രീകരിക്കുമ്പോൾ സെബസ്ത്യാനോസിൻ്റെ അമ്പും അല്ലെങ്കിൽ പൗലോസപ്പസ്തോലൻ വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്യപ്പെട്ട രക്തസാക്ഷിത്വം മരിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മൾ വാള് പിടിക്കുന്നതാണ് കാണിക്കുന്നു. തോമാശ്ലീഹയുടെ കയ്യിൽ കുന്തം വഴിയുള്ള രക്തസാക്ഷിത്വം. ഈശോയെ നമ്മൾ കാണിക്കുമ്പോൾ കുരിശ് ചിലപ്പോൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈശോയ്ക്ക് നമ്മൾ ഒത്തുനിർത്തി കാണിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സൂചന ആ വ്യക്തികളുടെ ജീവിതങ്ങളിൽ ദൈവമഹത്വം ഉണ്ടായ സംഭവങ്ങളുടെ സൂചനയാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തെ, കരുത്തിനെ, സ്നേഹത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ 3-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, കിരീടത്തിൽ അങ്ങയുടെ മഹത്വം ആലേഖനം ചെയ്തിരുന്നു. അപ്പോൾ ദൈവികമായ അടയാളങ്ങളാണെന്ന് മുഴുവൻ സാരം. അവിടെ പറയാം, അടുത്ത വാക്യം പറയാം, 25-ാം വാക്യം, വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി. അടയാളങ്ങൾക്ക് പവറുണ്ട്, ശക്തിയുണ്ട്. നമ്മൾ തിരുവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന അടയാളങ്ങൾ, അമ്മയുടെ ചിത്രം, ഈശോ, ഇടയൻ, ആ ചിത്രം വരുമ്പോൾ ആ ചിത്രത്തിൽ ചുമ്മാ ഭംഗിക്ക് വേണ്ടിയല്ല, പവറുണ്ട്. അതുകൊണ്ട് സഭാ ശുശ്രൂഷകർ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന ഈ തിരുവസ്ത്രത്തിന് കുരിശ് അടയാളം വെച്ചിരിക്കും. പുറകിലും 2 അഗ്രങ്ങളിലും എങ്കിലും ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെ വെക്കുമ്പോഴാണ് ആ വസ്ത്രത്തിന് ഒരു ഔദ്യോഗികമായ കരുത്ത് കിട്ടുക. അതൊരു സംരക്ഷണമാണ്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ അതൊരു പരിചയമാണ്. കുരിശിൻ്റെ സംരക്ഷണം എടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്കറിയാം ഇതുപോലെയുള്ള മറ്റനേക വിശുദ്ധ അടയാളങ്ങളുണ്ട്. പള്ളിക്കകത്ത് മദ്ബഹ അൾത്താരിലൊക്കെ വിരിയും ചിത്തോലിലൊക്കെ നമ്മൾ ഒരുപാട് വിശുദ്ധ അടയാളങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ അടയാളങ്ങൾ ഇവിടെ വിശുദ്ധമായ സൂചനകളുള്ള അടയാളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ചിത്രീകരിക്കാനുള്ളതല്ല. ചിത്രീകരിക്കുന്നതുകൊണ്ട് നമുക്ക് സംരക്ഷണം കിട്ടുകയില്ല. വിശുദ്ധ അടയാളങ്ങൾ വേണം നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട്. അതുവഴി അതെന്തിനെ സൂചിപ്പിക്കുന്നു, അതിൻ്റെ കരുത്ത് കിട്ടും. വിശുദ്ധമല്ലാത്ത അടയാളങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അവയുടെ സ്വാധീനമാണ് അവിടേക്ക് വരിക എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടയാളങ്ങൾ വഴിയുള്ള ഒരു സ്വാധീനം നമുക്ക് ഒരു സ്വാഭാവികമായ 1-2 ഉദാഹരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദേശീയ പതാക, നമ്മളേതെങ്കിലും വിദേശ രാജ്യത്തുള്ള ഒരു ഇൻ്റർനാഷണൽ പ്രസ്ഥാനം നടക്കുന്ന ഒരു ഒളിമ്പിക്സ് പോലെയുള്ള, ഏഷ്യയുടെ പോലെയുള്ള ഒരു മത്സരം നടക്കുമ്പോൾ ഒരു പതാക, ഇന്ത്യൻ പതാക ഉയർത്തുമ്പോൾ ഇന്ത്യക്കാരെ ആൾക്കാരുടെ ഉള്ളിലെല്ലാം അതിൻ്റെ സന്തോഷം വരും. അവർ ജയ് ഹിന്ദ് വിളിക്കും, ഇന്ത്യ കി ജയ് വിളിക്കും. ആ പതാകയുടെ ഇടയ്ക്ക് ഓടി വരാൻ തോന്നും. ഇന്ത്യയുടെ പതാക കാണുമ്പോൾ പാകിസ്ഥാൻകാർക്ക് അത് കാണുമ്പോഴേ ചിലപ്പോൾ ഒരു അകൽച്ച തോന്നും. അതവിടെ ഇന്ത്യക്കാരാണ്, അവരാണ് പൊങ്ങി വരുന്നത്, ഇങ്ങനത്തെ ഒരു അകൽച്ച തോന്നും. ആ പതാക ഒരു തുണിക്കഷ്ണം, അതിനെക്കുറിച്ച് അടയാളങ്ങളുണ്ട്. പക്ഷേ അടയാളം ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്, ചില സാന്നിധ്യം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളെവിടെയെങ്കിലും ദൂരെയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും നഗരത്തിൽ പോയി വടക്കേനിൽ എവിടെയെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വണ്ടി കേടായി അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു നാട്ടുപുറത്ത് ഒരു സഹായം എന്തെങ്കിലും ആവശ്യമുണ്ട്, കുടിക്കാൻ വെള്ളമോ അല്ല എന്തെങ്കിലും സഹായം വഴി അറിയാൻ വേണ്ടി എന്തെങ്കിലും ആട്ടെ, നമ്മളിങ്ങനെ തപ്പി നടക്കുകയാണ്, പരിചയമുള്ള ആരുമില്ല. അങ്ങനെ തപ്പി ചെല്ലുമ്പോൾ ഒരു വീട്ടിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ കടയിൽ ചെന്ന് കയറിയപ്പോൾ ഉണ്ട്, നമ്മളെ കടയിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നോക്കിയപ്പോഴുണ്ട്, ഇത് തിരുഹൃദയത്തിൻ്റെ ഒരു ചിത്രം, അൽഫോൻസാമ്മയുടെ ചിത്രം. അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിന്ത എന്താണ്? ഇത് മലയാളികളാരെങ്കിലും അല്ലെ കത്തോലിക്കലാണല്ലോ, അൽഫോൻസാമ്മ കേരളക്കാരെങ്കിലും ആണല്ലോ. അത് കാണുമ്പോൾ നമുക്കൊരു അടുപ്പം അനുഭവപ്പെടുകയാണ്. ആ കടയിലേക്ക് കയറി ചെല്ലാൻ, ആ കടയിലെ ആൾക്കാരെ മുഖത്തോട് നോക്കിയത് പുഞ്ചിരിക്കാൻ, അല്ലെങ്കിൽ വീട്ടിലേക്ക് മുട്ടാൻ, അവരെ നോക്കിയത് മിണ്ടാൻ നമുക്ക് നമ്മുടേതാകുന്നൊരു തോന്നലുണ്ടാവുകയാണ്. രാഷ്ട്രീയക്കാരുടെ കൊടികൾ ഒരു
ഒരു കടയുടെ മുമ്പിൽ, ഒരു ഓഫീസിൻ്റെ മുമ്പിൽ ഒരു കൊടി വെച്ചിരിക്കുന്നു. ആ കൊടി ഇപ്പോൾ കോൺഗ്രസിൻ്റെ, BJPയുടെ കൊടി അല്ലെങ്കിൽ CPMൻ്റെ കൊടി. ആ കൊടി കാണുമ്പോൾ CPMൻ്റെ കൊടിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ CPM അനുഭാവികളായ ആൾക്കാർക്ക് ആ കൊടി കാണുമ്പോൾ അടുപ്പം അനുഭവപ്പെടും. അല്ലാത്തവർക്ക് ഒരു അകൽച്ച തോന്നും, അവിടെ കയറണ്ട, അത് നമ്മുടെ പാർട്ടിയല്ല. അപ്പോൾ ആ ഒരു ചിത്രം, ഒരു അടയാളത്തിൽ പോലെ സ്വാധീനം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ സ്വാഭാവിക അടയാളമാണ്. നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ വിചാരിക്കുക, ഒരു മനുഷ്യൻ വഴിയിൽ എന്തോ ഇട്ടിട്ടിരിക്കുന്ന ആഞ്ഞ് ചവിട്ട് കാണും. നമ്മൾ അടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഒരു കുരിശാണ്. പട്ടാപ്പകല് പെരുവഴിയിൽ ആൾക്കാരൊക്കെ ഉള്ളിടത്ത് കവലയിൽ ഒരു മനുഷ്യൻ നിലത്തൊരു കുരിശിട്ടിട്ട് അതൊരു ചവിട്ട് കാണും. അത് കാണുമ്പോൾ ക്രൈസ്തവരായ വ്യക്തികൾക്കെല്ലാം നൊമ്പരം വരും. അടുത്ത് ചെന്ന് കാണുന്ന ആൾക്കാർ, ഇത് നിങ്ങളെന്താ കാണിക്കുന്നത്? കുരിശ് ചവിട്ടരുത്, ഞാൻ തരാം, ഞങ്ങൾ കൊണ്ടുപോകണം, ഞങ്ങളെ അപമാനിക്കരുത്, ക്രൈസ്തവ വിശ്വാസത്തെ ഞങ്ങൾ നിന്ദിക്കരുത്, ഇത് ഭംഗിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിർത്തി പറയുമ്പോൾ ആ മനുഷ്യൻ തിരിച്ചെന്നിട്ട് പറയുകയാണ്, ഞാനൊരു ക്രൈസ്തവനാ. നിങ്ങൾ ക്രൈസ്തവനാണ്, എന്നിട്ടാണ് കുരിശിട്ട് ചവിട്ടുന്നത് ഇങ്ങനെ? അതെ, ഇത് നമ്മുടെ കർത്താവിൻ്റെ കുരിശല്ല. പിന്നെ എന്നതാ ഇത്? ആ കർത്താവിൻ്റെ ഇടതുവശത്ത് ഒരു കുരിശില്ലാഞ്ഞോ? അനുദമിക്കാത്ത കള്ളൻ ഈശോയെ നിന്ദിച്ചില്ലേ? അവൻ കടന്ന കുരിശാ, അതുകൊണ്ട് ഞാൻ അവനിട്ടാ ചവിട്ടുന്നത്. ആ കുരിശിലേക്ക് ചവിട്ടുന്ന വീട് ചവിട്ടി കഴിയാം. അങ്ങനെ ചവിട്ടിയാൽ നമുക്കറിയാം, ശരിയാണ്, ഈശോയുടെ അടുത്ത് കിടന്ന് ഇടത്തെ കള്ളൻ കിടന്ന ഒരു കുരിശല. ഈശോയ്ക്ക് മുമ്പ് ഈശോയ്ക്ക് ശേഷം പോലും അനേകർ കൊള്ളക്കാര് കുരിശ് തെറിക്കപ്പെട്ട് വധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുരിശിൽ അപമാനത്തിൻ്റെയും ശിക്ഷയുടെയും ക്രൂരതയുടെയും ചിഹ്ന അടയാളമായിരുന്നു. പക്ഷേ ഈശോ കുരിശിന് ബലിയായി കഴിഞ്ഞപ്പോൾ ആ കുരിശിന് മറ്റൊരു വലിയ അർത്ഥം ആഴപ്പെട്ട് കിട്ടി. എന്താണ് ആ അർത്ഥം? ഈശോയുടെ രക്ഷാകര സംഭവം. ഈശോയുടെ പ്രതീകമായിട്ട് കുരിശ് മാറി. അതോടുകൂടെ ഈ കുരിശ് വേറെ എന്തിനെല്ലാം വേണ്ടി മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, അതിനൊന്നും പ്രസക്തിയില്ലെന്നായി പോയി. അതുകൊണ്ട് ഈ മനുഷ്യൻ പറയുന്നത്, ഈ അനുദപിക്കാത്ത കള്ളം കിടന്ന കുരിശെന്ന് പറഞ്ഞ് ചവിട്ടിയാലും ആ ചവിട്ടുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് ആർക്കും അത് തിരിയത്തില്ല. അത് കുരിശ് എന്നൊരു അംഗീകൃത അടയാളമായിട്ട് ആരുടേതായിട്ട് മാറിയിരിക്കുന്നോ ആ വിശ്വാസത്തിൻ്റെ വ്യക്തിയുടെയും നേർക്കുള്ള അപമാനമായിട്ട് അത് വരികയുള്ളൂ എന്ന് പറഞ്ഞൊരു സ്നേഹമുള്ള സഹോദരങ്ങളെ, ചില അടയാളങ്ങളൊക്കെ ചില പതിഞ്ഞു പോയ സൂചനകളും സാങ്കത്യങ്ങളും ഉള്ളതായിട്ട് ഉണ്ട്. ഞാനൊരു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ആ വീട്ടുകാരിങ്ങനെ പ്രാർത്ഥനയ്ക്കാണ്. കുറേ നാളുകൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളി ഞാനിരിക്കുമ്പം എത്ര പ്രാർത്ഥനകൾക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞ് ഒന്നിരിക്കലും അവരെന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു പ്രാർത്ഥിക്കാൻ വരാൻ വേണ്ടി. ഞാനൊരു ദിവസം വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കുറച്ച് പോകുമായിരുന്നു. ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോഴേ ഞാൻ കാണുന്ന കാഴ്ച, ഷോക്കേസിൽ കുറേ പാവകളും എല്ലാം കൗതുക വസ്തുക്കളെല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു തട്ടയിലിങ്ങനെ ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ 10 പിടത്ത് നിൽക്കുന്ന ഒരു സർപ്പം, കറുത്ത നിറം പെയിൻ്റ് അടിച്ച് തടി കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയതാണ്. 10 പിടത്ത് ഇങ്ങനെ നിൽക്കുന്നു, വളഞ്ഞ് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഞാൻ അത് കണ്ടപ്പോഴേ ആ വീടിൻ്റെ ഒരു ഇരുണ്ട അന്തരീക്ഷം എനിക്ക് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് എനിക്ക് കിട്ടി. ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്? അപ്പോൾ ഏതാ വെച്ചാ ഇത്? അത് എങ്ങാണ്ടെന്ന് കിട്ടിയത്, ആരുടെ സമ്മാനം കൊടുത്ത് പിള്ളേരുടെ വാങ്ങിച്ചോണ്ട് വന്നതാ. ഞാൻ പറഞ്ഞു, എന്താ ഇതിവിടെ വെച്ചിരിക്കുന്നത്? അതങ്ങനെ വെച്ചതേ ഉള്ളൂ, ഇതെടുത്ത് കളാം. അച്ഛാ അത് നല്ല, എടുത്ത് കളാം. അപ്പുറത്തിരിക്കുന്ന ആനയുടെ കുറേ രൂപങ്ങൾ, പല വലുപ്പത്തിന് പുറകെ ആന. ഞാൻ ഇതെടുത്ത് മാറ്റിക്ക്. അതെന്താ വെച്ചാൽ അത് ആനയാണ്, പാമ്പ് പറമ്പിൽ കൂടെ എല്ലാവരും ശരിയാ. പക്ഷേ അതിന് ചില പ്രതീകങ്ങളുണ്ട്. സർപ്പമെന്ന് പറയുന്നത് മനുഷ്യചരിത്രത്തിൻ്റെ എല്ലാ ജനതകളും ഒരു തിന്മയുടെ പ്രതീകമായിട്ട് അംഗീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. അംഗീകരിക്കപ്പെട്ട ഒരു അടയാളം തന്നെയാണ്. ആ തിന്മയായിട്ട് തന്നെ അതിനെ കണ്ടുകൊണ്ട് അതിൻ്റെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിന് കാവുണ്ടാക്കി വെച്ച് സർപ്പപൂജയും ഹോമങ്ങളും സർപ്പക്കാവും ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ തിന്മ ഒഴിവാക്കാൻ നമുക്ക് സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വസ്തു എടുത്തിട്ട് രൂപം ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ വെക്കുമ്പം എന്തെല്ലാം ന്യായങ്ങൾ നമുക്ക് വേറെ പറയാനുണ്ട്. കൗതുക ഈട്ടുതറി ഉണ്ടാക്കിയതാണ്, തേക്കുതറി ഉണ്ടാക്കിയതാണെന്ന് എന്തെല്ലാം പറഞ്ഞാലും ആ വസ്തുവിന് അതിൻ്റെ ചില സൂചനകളുണ്ട്. അത് കാണുന്ന വ്യക്തി, ഈ അരൂപികൾ അവരുടേതായിട്ട് കരുതിക്കൊണ്ട് ഇവിടെ ആകർഷിതരാകുന്നുണ്ട്. ഒരു കൊടി കണ്ടു കഴിയുമ്പോൾ, തിരുഹൃദയ ചിത്രം അൽഫോൻസാമ്മയുടെ പടം കണ്ടു കഴിഞ്ഞപ്പം ആ കടയിൽ ചെന്ന് കയറി വീട്ടിൽ ചെന്ന് കയറിയാണ് നമ്മൾ അടുപ്പം തോന്നി അങ്ങോട്ട് കയറി ചെല്ലുകയാണ്, ഒരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ BJPയുടെ CPMൻ്റെ പതാക കാണുമ്പം ആ അനുഭവമുള്ള വ്യക്തികൾ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്, അവർക്കൊരു അവകാശം അവിടെ തോന്നുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിലെ അടയാളങ്ങൾ, ചിത്രങ്ങൾ, രൂപങ്ങൾ, പ്രതീകങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അരൂപികളെ ആകർഷിക്കുന്നുണ്ട്, സാന്നിധ്യങ്ങളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയണം. ഇത് ഇങ്ങനെ ചിന്തിക്കാൻ പോയാൽ എൻ്റെ അച്ഛാ ഇത് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. നമ്മൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബോധ്യമാകാവുന്ന രീതിയിൽ
വചനത്തിൻ്റെ വ്യക്തതയും അനുഭവങ്ങളും സാമാന്യ യുക്തിയും വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ച് തരാൻ വിശുദ്ധാത്മാവ് ഇടവരുത്തുന്നുണ്ട്. പിന്നെ ചിന്ത പറയാം, ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ അച്ഛാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്തിനാ, അതൊക്കെ അവിടെ ഒരു പടം ഇരിക്കുന്നു, ഒരു ആനയുടെ രൂപം ഇരിക്കുന്നു, അതിനകത്തൊക്കെ എന്നാ എന്ന് ചിന്തിച്ചാൽ നിസ്സാരമായിട്ട് അവഗണിക്കാൻ നമുക്ക് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് നമ്മൾ ഈ വേദിയിൽ നല്ലപോലെ കണ്ട ഞാൻ അങ്ങോട്ട് പോകുന്നേ ഇല്ല. ഈശോ നിസ്സാര കാര്യങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം, ഈ കൊറോണ നാളുകൾ നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം, മുൻകരുതൽ, എന്തുമാത്രം സുരക്ഷയുടെ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും. അതുകൊണ്ട് കുഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ അവഗണിക്കാനായിട്ട് ആർക്കും പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം. നമ്മുടെ സെഷൻ്റെ മറ്റേ സമയമായല്ലോ, 2 വടംവലി ടീമുകൾ, 2 ടീം വടം വരയ്ക്കുന്ന രംഗം എന്ന് ഓർത്ത് നോക്കുക. 2 കട്ട നിൽക്കുന്ന ഒരു ടീമുകളാണ്. നല്ല സമർത്ഥരായ പ്രഗത്ഭമുള്ള വടംവലിക്കാരാണ്. ആൾക്കാർ ചുറ്റും കൂടുന്നതുകൊണ്ട് ഇങ്ങനെ നാട്ടുപുറത്തുള്ള ഒരു വടംവലി രംഗം ഓർക്കുക. അതിനകത്ത് ഒരു വശത്ത് നിന്ന് വടം വലിക്കുന്നവർക്ക് ഒരു ഗ്രൗണ്ടിലാണ് വടം വലിക്കുന്നത്. ഈ വശത്ത് നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഒരാൾ കണ്ടുപിടിച്ചു, ആ നിലത്ത് 2 വശം ഒരുപോലെയുള്ള ഗ്രൗണ്ടാണെങ്കിലും ഇവിടെ ഈ ഗ്രൗണ്ടിൽ ചെറിയൊരു കാട്ടുകല്ലിൻ്റെ ചെറിയൊരു മുഴ ഈ നിരപ്പിൽ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന വ്യക്തി ആ മുഴയിലോട്ട് ആ മുഴയിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് നിന്നിട്ട് കാലിൻ്റെ വിരലിൻ്റെ താഴെയുള്ള ഈ ഭാഗം ഇങ്ങനെ ആ ചെറിയ മുഴയിലോട്ട് ഊന്നിയിട്ട് ഇങ്ങനെ വലിച്ചാഞ്ഞ് കിടക്കുകയാണ്, കയരം പിടിച്ചുകൊണ്ട്. അങ്ങനെ കിടക്കുന്ന ആ മനുഷ്യനെ ഈ എതിർപ്പാർട്ടിക്കാർ എത്ര ശക്തമായിട്ട് വിളിച്ചാലും ഈ ചുവട് പറിച്ചെടുക്കാൻ പറ്റുകയില്ല. നിസ്സാരമായൊരു മുഴയേ ഉള്ളൂ, അതിൽ ഊന്നി നിൽക്കുകയാണ്. എത്ര വലിച്ചാലും പോരുകയില്ല, നിസ്സാരമേ ഉള്ളൂ, പക്ഷെ ആ ഉടക്കെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞവർ സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ആത്മീയ പോരാട്ടത്തിൽ പലപ്പോഴും നമ്മൾ ബലമാണ്. ഈശോ പറഞ്ഞില്ലേ, മത്തായി 16 ഫിലിപ്പിൽ വെച്ച പോലെ പത്രോസപ്പോസ്തലനോട്, നരകത്തിൻ്റെ കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടില്ല, മേൽക്കൈ നേടില്ല, പക്ഷെ ബലാബലം കട്ട നിൽക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ വരുന്നിടത്ത് തിന്മയ്ക്ക് അനുകൂലമായ കുഞ്ഞു കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതേൽ അവർ പിടിച്ചു നിൽക്കുന്നതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ കാണാനായിട്ട് പറ്റും. നല്ല ആത്മീയ കരുത്തലാണ് നീയെങ്കിൽ തിന്മയുടെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ ലൂക്കാ 10:10 നമുക്കറിയാമല്ലോ, തിന്മയുടെ സകല ശക്തികളുടെ മീതെ നിനക്ക് ചവിട്ടി കയറാൻ ഒരു ഉത്തരം വരില്ല. അത്ര അഭിഷേകം നിറവിൽ കരുത്തരമാണ് നീ നിൽക്കുന്നത് എങ്കിലും. അതല്ല എങ്കിൽ ഈ നിസ്സാരമായ സാന്നിധ്യം മതിയാവും നമുക്കൊരു തടസ്സമായിട്ടത് വരാനായിട്ട്. നമ്മൾ എഫേസ്യസ് ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ ആത്മീയ പോരാട്ടത്തെ പറ്റി പറയുമ്പോഴും ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും, ചേർത്ത് നിൽക്കാൻ പറ്റുമെന്ന് പറയാം. 2 വാക്കുകൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് നിന്നാൽ തിന്മയുടെ ദിനത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, ചേർത്ത് നിൽക്കാൻ പറ്റും. ആ 2 വാക്കുകൾ അറ്റപ്പറ്റയുള്ള വിജയമാണ്. ചെറുത്ത് നിൽക്കുകയാണ്, അല്പം അശ്രദ്ധ എടുത്താൽ പോയി, പിടിച്ചു നിൽക്കുകയാണ്, പിടി അയച്ചാൽ പോയി എന്ന അർത്ഥം. അങ്ങനെയുള്ളൊരു പോരാട്ടം ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള പോരാട്ടത്തിൻ്റെ തലങ്ങളിൽ ഈ കുഞ്ഞു കാര്യങ്ങൾ പോലും പലപ്പോഴും ഗൗരവമുള്ള സ്വാധീനത്തിൻ്റെതാണ്. നമ്മളൊരു സെഷൻ നേരത്തെ ചിന്തിച്ചതാണല്ലോ, വെള്ളവും തീയും കൂടെ കൂട്ടിമുട്ടി എന്ത് സംഭവിക്കും? പെട്ടെന്ന് നമുക്ക് പറയാൻ തോന്നും വെള്ളം തീ കെട്ടുപോകും. പക്ഷേ നമുക്കറിയാം, വെള്ളവും തീയും കൂടെ ഒരുമിച്ച് വസിക്കത്തില്ല. വെള്ളത്തിനകത്തോട്ട് തീ മുക്കിയാൽ തീ കെട്ടുപോകും, തീക്കകത്തേക്ക് വെള്ളം ഒഴിച്ചാൽ വെള്ളം തീർന്നു പോകാം, അല്ല തീ കെട്ടുപോകാം, അങ്ങനെ വരാം. ഏതാ സംഭവിക്കുക എന്ന് ഉറപ്പാകണമെങ്കിൽ ഏതാണോ കൂടി പവർഫുൾ, ഒരുപാട് വെള്ളമാണ് ഒഴുകി വരുന്നെങ്കിൽ തീ തീ തീർന്നു പോകും, ഒരുപാട് തീ കത്തുന്നിടത്ത് കുറച്ച് വെള്ളം ആവിയായി പോകും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ദൈവത്തിൻ്റെ ശക്തി നേരിട്ടല്ല വ്യാപരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, നമ്മിലേക്ക് വരുന്ന ശക്തിയാണ് അവിടെ പ്രസരിക്കുക. ഈ ചെന്ന് ശരിയാണ് സംശയം വരാം. നമ്മൾ ഈ ബ്ലാക്ക് മാസിനെ കുറിച്ച് പറയുമ്പോൾ അവർ വിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുപോയി, അല്ല വില കൊടുത്ത് എവിടെ നിന്ന് ഇങ്ങനെ തട്ടിയെടുത്തിട്ട്, പൈസ കൊടുത്തൊക്കെ തട്ടിയെടുത്തിട്ട് അതുകൊണ്ട് അപമാനിക്കുന്നു, ദുരുപയോഗിക്കുന്നു നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. അത് വാസ്തവമാണ്, നമുക്ക് അറിയുകയും ചെയ്യാം. വിശുദ്ധ കുർബാനയല്ലേ, ദിവ്യകാരുണ്യം ഈശ്വര തിരുശരീരമല്ലേ? പക്ഷെ തിരുശരീരം അവിടെ എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ സാധാന്യ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പം ആ തിരുവോസ്തിയിലുള്ള ഈശോയുടെ സാന്നിധ്യം അവിടെയുള്ള പൈസ സാന്നിധ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നില്ലല്ലോ. ഇതൊരു വാസ്തവമല്ലേ? മറിച്ച് ഈശോ അവിടെ പീഡ സഹിക്കുന്ന, അപമാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ലേ? തിരുവോസ്തി എടുത്ത് അവിശ്വാസികളെ മതത്തിനെടുത്ത് പള്ളി കുത്തി തുറന്ന് കയറി സക്രാരി കുത്തിപ്പൊടിച്ചിട്ട് വലിച്ചെറിയുന്നു. അവിടെ തിരുവോസ്തിയിലുള്ള ശക്തി ഓട്ടോമാറ്റിക്കായിട്ട് ഈ തിന്മ ചെയ്യുന്നവർ തകർത്ത് കളയുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിനടിയിലേക്ക് നോക്കുമ്പോൾ എന്താ കാര്യം?
ഈ ആത്മീയമായ കാര്യങ്ങൾക്ക് അതിൽ തന്നെ ഒരു പവറുണ്ട് എങ്കിൽ പോലും ആ പവറ് പ്രവർത്തനക്ഷമമാകുന്നത്, ഫലപ്രദമാകുന്നത് അതിനെ വിശ്വാസത്തോടെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളത്തിലാണ്. അത് വ്യക്തികളുടെ വിശ്വാസ ജീവിതത്തിലൂടെ ഫലമണിയേണ്ട കാര്യങ്ങളാണ്. വചനം, ദൈവത്തിൻ്റെ വചനം എന്തുമാത്രം ഉണ്ടെങ്കിലും ആ വചനം എത്ര നമ്മൾ കെട്ടുകണക്കിന് ബൈബിള് വാങ്ങിച്ച് വീട്ടിനകത്ത് വെച്ചാൽ അതുകൊണ്ട് ആ വചനത്തിൻ്റെ കരുത്ത് അവിടെ ഓട്ടോമാറ്റിക്കൽ ഉണ്ടാവണമെന്നില്ല. വചനത്തിൻ്റെ കരുത്തുണ്ടെങ്കിൽ പോലും ഒരു കെട്ട വസ്തു വെച്ചിരിക്കുമ്പോൾ അതിൻ്റെതായ സ്വാധീനമുണ്ട്, നല്ല വസ്തു വെക്കുമ്പോൾ അതിൻ്റെ സ്വാധീനമുണ്ട് അതിൽ തന്നെ. പക്ഷെ അതിനും അപ്പുറത്ത് അതിനെ അറിഞ്ഞെടുക്കുകയോ അവസരം കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് ഫലപ്രദമാവുക. വചനം ഹൃദയത്തിലേക്ക് എടുത്തിട്ട് വചനത്തിൻ്റെ വിത്ത് ഈശോ പറഞ്ഞില്ലേ, വിതയ്ക്കുന്നു. അത് പക്ഷി കുത്തിക്കൊണ്ട് പോയി പിശാച് വിത്ത് എടുത്തുകൊണ്ട് പോകുന്നു. വചനത്തിൻ്റെ വിത്തല്ലേ എടുത്തുകൊണ്ട് പോകുന്നത്, പിശാച് എടുത്തുകൊണ്ട് പോകുന്നത്. പിശാച് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നു. അങ്ങനെ വശം നമ്മുടെ വീട്ടിൽ ഒരുപാട് ചാക്ക് കെട്ടുകണക്കിന് പയറിൻ്റെ വിത്ത് അല്ലെങ്കിൽ ചേന വിത്ത് തട്ടുനിർത്തി ഇങ്ങനെ വെച്ചിരിക്കുക. അത് തട്ടുപുറം നിറയെ അല്ലെങ്കിൽ ചാക്ക് കണക്കിന് ഷെൽഫുകൾ നിറയെ ഇങ്ങനെ വെച്ച് എത്ര വെച്ചാലും ആ വിത്താണ്, ശരിയാണ്, വിത്തിൻ്റെ കരുത്ത് അവിടെയുണ്ട്. അത് വളർന്നാൽ മനോഹരമായിട്ട് ഫലം പുറപ്പെടുവിക്കും. പക്ഷേ ആ വിത്ത് മണ്ണിക്കൊണ്ട് നട്ടു വെക്കുന്നില്ല എങ്കിൽ, ആ വിത്തിന് അനുകൂലമായി മണ്ണും വളർച്ചകന് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ ഫലം അവിടെ പുറത്തു വരുന്നില്ല. എന്ന് പറഞ്ഞ പോലെ മതം സുവിശേഷം വെച്ച് പറയുന്നുണ്ടല്ലോ, ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അതിൻ്റെ പ്രവൃത്തികളാലാണ്, സ്വീകരിക്കുന്ന വ്യക്തികൾ വഴിയായിട്ടാണ്. ഞാൻ അവരെ ഓർക്കുന്നില്ല. അപ്പം ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് സ്വീകരിക്കുന്നവർ വഴിയായിട്ടാണ്. വചനം കരുത്തുള്ളതെന്ന് തെളിയുന്നത് അത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്നതിന് വഴിയായിട്ടാണ്. ദീപികാരുണ്യത്തിൻ്റെ കരുത്ത് പ്രകടമാകുന്നത് അത് വിശ്വാസം വെച്ച് സ്വീകരിക്കുമ്പോഴാണ്. വിശ്വാസമില്ലാതെ സ്വീകരിക്കുന്ന വ്യക്തിയിലേക്കും ഈശ്വര തിരിച്ചറിവ് തന്നെയാണ് ചെല്ലുന്നത്. പക്ഷെ അത് അതിൻ്റെ ഫലത്തിലേക്ക് എത്താനായിട്ട് പറ്റാതെ പോകുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അടയാളങ്ങൾ അത് ഒരിടത്ത് യാന്ത്രികമായിട്ട് ഉണ്ടായിരിക്കുന്നതുകൊണ്ട് മാത്രം അതിൻ്റെ ഫലത്തിലേക്ക് വരണമെന്നില്ല. മനഃപൂർവ്വം ആരെങ്കിലും ക്രൈസ്തവ വിശ്വാസികളുടെ മേൽ അവരുടെ ഭവനങ്ങളിലേക്ക് തിന്മയുടെ സാന്നിധ്യത്തെ കയറ്റി കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് എങ്കിൽ അവരതിനകത്ത് വെച്ചിരിക്കുന്ന ചില ദേവീദേവന്മാരുടെ ചിത്രങ്ങളോ ചില പൈശാചിക അടയാളങ്ങളോ മറ്റു ചില പ്രതിമകൾ ഒക്കെ തിരുസ്വരൂപങ്ങൾക്കകത്ത് ഇങ്ങനെയുള്ള ചില കെട്ട സാധനങ്ങൾ ഇരുന്നത് രൂപം നിരത്ത് വീണ് എതിർച്ച പൊട്ടാൻ ഇട വന്നപ്പം അതിനകത്ത് ഇങ്ങനത്തെ ചില കുടോത്തര വസ്തുക്കൾ അല്ലെങ്കിൽ ദേവീദേവന്മാരുടെ വസ്തുക്കൾ പുറത്ത് വന്നത് കണ്ട കാര്യം ഇവിടെ ധ്യാനത്തിന് വന്ന സഹോദരൻ പറഞ്ഞവരെ ഓർക്കുകയാണ്. അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. ജപമാലയിൽ ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു ജപമാല ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇടക്കാലത്ത് ഇങ്ങനെ പ്രചരിക്കുകയുണ്ടായി. രാത്രിയിൽ തിളങ്ങുന്ന പോലെയുള്ളൊരു ജപമാല ഞാനത് ഒത്തിരി ഒരു കാലത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ക്രൂശ രൂപത്തിൽ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ആ ക്രൂശ രൂപത്തിൽ ഒരു സർപ്പം ഇങ്ങനെ ചുറ്റും വളഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ഒരു രൂപം ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പിന്നീട് സാധിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുരിശിനെ ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ തിന്മയുടെ ശക്തിയെ പ്രചരിപ്പിച്ചു കൊടുക്കാനായിട്ട് ചില വ്യക്തികൾ മനഃപൂർവ്വം ക്രമീകരിച്ചിറക്കിയിരിക്കുന്ന ക്രൂശ രൂപങ്ങളാണ്. അതുപോലെയുള്ള പണികളുടെ ഒരു പ്രവർത്തനങ്ങളുടെ പൈശാചിക പ്രവർത്തനങ്ങളുടെ ഒരു മേഖല നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എന്താ നമുക്ക് കരണീയമായിട്ടുള്ളത്? നമ്മൾ ഈശ്വര വചന വാഗ്ദാനമുണ്ട്, എന്തിനും ചവിട്ടി നടക്കാതെ അധികാരത്തിൽ ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. ആ കരുത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ള ആദ്യമായ പരിഹാരം നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചതാണ്. നമ്മൾ ഇനി അത് ഇനിയും സ്ഥലം നമ്മൾ അതിനെ കൊണ്ടുപോകും. എങ്കിലും നമുക്കറിയാവുന്നിടത്തോളം നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ എടുക്കുമ്പോൾ നോക്കിയും കണ്ടും എടുക്കുക. വിശ്വസ്തരായ വ്യക്തികളിൽ നിന്ന് മാത്രം വാങ്ങിക്കുക, സൂക്ഷ്മത ശ്രദ്ധിക്കുക. കാരണം അതിലൂടെയുള്ള സ്വാധീനം ചിലപ്പോൾ നന്നായിട്ട് തിന്മയെ അവിടെ ആവഹിച്ചിട്ടാണ് ഇത് വിട്ടിരിക്കുന്നതെങ്കിൽ നമ്മളത് ധരിക്കുമ്പോൾ നമ്മൾ ആരുമേ കരുത്തില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഞെരുക്കവും ഉപദ്രവവും വരാം. ഞാൻ ആ പറഞ്ഞ വീട്ടിൽ തടി കൊണ്ടുള്ള ഇങ്ങനെ കറുത്ത രൂപമായിട്ടുള്ള സർപ്പം ഇരിക്കുന്നു. ആ സർപ്പത്തിൻ്റെ സാന്നിധ്യം ആ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീട്ടിൽ ഒരിക്കലും പ്രശ്നങ്ങൾ തീരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ സാധനം എല്ലായിടത്തും ദൂരക്കളാം. നമ്മുടെ ഈ വീടിനകത്ത് ആത്മീയമായ കരുത്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നതായ വിശുദ്ധ അടയാളങ്ങൾ മാത്രം മതി. അതല്ലാത്ത ഒരു അടയാളം നമ്മൾ എടുത്ത് വെക്കരുത്. ഞാൻ കുറേ വർഷം മുമ്പ് ഇവിടെ പങ്കുവെച്ചതായ അമേരിക്കൻ പോലീസിൻ്റെ ആ ഒരു റിപ്പോർട്ട് 93 അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് കുറേ പേജുകൾ അവരിങ്ങനെ പൈശാചികമായ അടയാളങ്ങൾ തന്നെ ഒത്തിരി എണ്ണം കൊടുത്തിട്ട് അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മളത് കാണുമ്പോൾ അന്തിച്ചു പോകും. എന്തുമാത്രം അടയാളങ്ങളാണ് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പേജുകൾ കാണിച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള തിന്മയുടെ അടയാളങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടയാളങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് നമുക്കതിന് സാധനം വാങ്ങിക്കാനോ നമുക്ക് എളുപ്പമല്ല. അതുകൊണ്ട് നമുക്ക് പൈസ അടയാളങ്ങളെല്ലാം പഠിച്ചെടുത്തിട്ട് ഒഴിവാക്കുക എന്നതിനേക്കാൾ നമുക്ക് കരണീയമായിട്ടുള്ളത്
വിശുദ്ധമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഞാൻ വീട്ടിൽ വാങ്ങിക്കുന്ന ഏതൊരു വസ്തുക്കളിലും അല്ലെങ്കിൽ ചിത്രങ്ങളിലും അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ പോലും വിരിപ്പുകളിലും ഒക്കെയുള്ള അടയാളങ്ങളെന്ന് ഞാൻ ഉറപ്പാക്കണം. അത് എൻ്റെ ജാഗ്രതയുടെ മേഖലയാണ്. സാരിയും കിടക്കുവിരിയും കട്ടൻ വിരികളൊക്കെ വാങ്ങിക്കുമ്പോഴും അതിലുള്ള ഡിസൈനുകൾ, ഒരുപാട് ഡിസൈനുകളുണ്ട്. നമുക്കൊരു മനോഹരമായ പുഷ്പങ്ങൾ അല്ലെങ്കിൽ സീനറികൾ, അലങ്കാര വെറുതെയുള്ള തുന്നലുകൾ, വട്ടവും ചതുരവും വരകളും അങ്ങനത്തെ ഡിസൈനുകൾ, അതിനപ്പുറം പ്രത്യേകമായി വളച്ച് ചുറ്റിച്ച് കെട്ടിപ്പെറുക്കി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള വിചിത്ര അടയാളങ്ങൾ പോലെയുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആനയുടെ നെറ്റിപ്പട്ടം ഉത്സവത്തിൽ നടക്കുമ്പോൾ അതുപോലെയുള്ളത്, അങ്ങനെയൊക്കെയുള്ള വിചിത്രമായ രീതികളൊക്കെയുള്ള അടയാളങ്ങൾ ആഭരണങ്ങളിലും ഈ വസ്ത്രങ്ങളിലൊക്കെ ഉള്ളത് നമുക്ക് തിരിച്ചറിയാനും ഒഴിവാക്കാനും സാധിക്കണം. നമുക്ക് ഈ ഒരു മേഖലയെക്കുറിച്ച് കുറേ കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മളിവിടെ കണ്ട ഒരു കാര്യം, ഈ വിഗ്രഹാരാധന, ദേവീദേവന്മാർ, ദൈവങ്ങളെന്ന് പറയുന്ന സാന്നിധ്യങ്ങൾ, നാഥന്മാരെന്ന് പറയുന്ന സാന്നിധ്യങ്ങൾ, അതൊന്നുമല്ല. പക്ഷെ അവയുടെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ നമ്മൾ ഓടി അകന്ന് അപ്പസ്വരം നൽകുന്ന ഉപദേശം, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചില ശുശ്രൂഷ അനുഭവങ്ങളിലൂടെ സഭയുടെ പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിലും നമ്മൾ കടന്നു പോവുകയായിരുന്നു. നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊരു കലക്കമൊന്നും ഉണ്ടാക്കണ്ട. നമുക്കത് വിശ്വാസപൂർവ്വം ഉള്ളിലെടുക്കാം. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതലായിട്ട് നയിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും ജീവിത മേഖലകളിലും ആത്മീയ തലങ്ങളിലുമൊക്കെ നമ്മൾ ഈ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ആത്മശോധനാപൂർവ്വം ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്ന അനുഭവമുള്ളവർ ഇങ്ങനെയുള്ള തലങ്ങൾ എവിടെയെങ്കിലും ഒരു ദുസ്വാധീനത്തിന് ഒരു അവസരം തുറന്നു കൊടുത്തിട്ടുണ്ടോ? ആ പെൺകുട്ടി 3 മണിക്കൂർ സ്തുതിപ്പിനകത്ത് നിൽക്കുമ്പോൾ അവർക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ല. മറ്റേ ഒരു അർത്ഥിനി ഹല്ലേലൂയ പാടുമ്പോൾ ഉറക്കം വന്നു പോകുന്നു. അതിൻ്റെ പുറകെ ചില സാഹചര്യം ഉണ്ടെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മിലേക്ക് കടന്നു വരുന്ന സ്വാധീനങ്ങളെ പോലും നമ്മൾ ഒഴിവാക്കിയെങ്കിലേ, അത്ര നിസ്സാരമെന്ന് തോന്നിയാൽ പോലും നമുക്ക് ദൈവികമായ അനുഭവത്തിൽ പശുതാൽമാർ ജ്വലിക്കുന്ന അവസ്ഥകളിലേക്ക് നമുക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. തിന്മയുടെ കെണികളെ ജാഗ്രതയോടെ നമ്മൾ തിരിച്ചറിയണം. കൊറോണ വൈറസിൻ്റെ ഏറ്റവും നിസ്സാരമായി ആക്കുന്ന സാന്നിധ്യം പോലും എത്ര ഗൗരവത്തോടെ നമ്മൾ ദൂരീകരിക്കുന്നത് പോലെ അതിനേക്കാൾ ഗൗരവത്തിൽ ഈ മേഖല നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് ഈ ചിന്തകളുമായി ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തരൂപനായി ദിവ്യകാരുണ്യനാഥനായി ഞങ്ങളുടെ മധ്യസന്നിഹിതനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങ് കുമ്പിട്ട് ആരാധിക്കുന്നു. സ്നേഹത്തോടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തൃപ്പാദങ്ങൾക്ക് ഞങ്ങളെ ചേർത്തിരുത്തി ദൈവരാജ്യ രഹസ്യങ്ങൾ, പ്രത്യേകിച്ചും 1-ാം പ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപ്പെടുത്തലുകളെ വിശദീകരിച്ചു തന്നുകൊണ്ടും സഭാ പ്രബോധനത്തിൻ്റെ കരുത്ത് ഞങ്ങൾക്കായിട്ട് പകർന്നിരുന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. മക്കബായുടെ പുസ്തകത്തിലെ ആ സംഭവം കർത്താവെ ഞങ്ങൾ ധ്യാനിച്ചല്ലോ. യാമിനാലെ വിഗ്രഹത്തിൻ്റെ ചിഹ്നം ആലേഖന തകിടുമായിട്ട് നീങ്ങിയപ്പോൾ സംരക്ഷണമില്ലാതെ പോയി. എൻ്റെ ആശ്രയ സങ്കേതം അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുന്നതിന് പകരം
ആ വിഗ്രഹത്തോട് ആ തകിട് വഴിയായിട്ട് അവർ പറയുകയായിരുന്നു. കർത്താവെ, നിഗൂഢ കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തി കിട്ടിയല്ലോ. ശുശ്രൂഷാ മേഖലയെ അനുഭവങ്ങൾ ഞങ്ങൾ ചിലതെല്ലാം ഇവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഞെരുങ്ങുന്ന പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടു. ഹാലേലിയ പാടി സ്തുതിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആർത്തിനെ ഞങ്ങൾ കണ്ടു. അതിൻ്റെയൊക്കെ പുറകിൽ ഒന്നാം പ്രമാണത്തിൻ്റെ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ലംഘനങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. അവ തിരുത്തിയപ്പോൾ കെട്ടുകൾ അഴിഞ്ഞു മാറി സ്വതന്ത്രമായിട്ട് അങ്ങനെ അനുഭവത്തിലേക്ക് പറന്നുയരാനായിട്ട് സാധിക്കുന്നു. നൈലോൺ നൂല് കൊണ്ടുള്ള കെട്ടുകൾ പക്ഷിയുടെ മേലുള്ളത് പക്ഷിയെ ആരും അറിയുന്നില്ലെങ്കിൽ പോലും പറന്നുയരുമ്പോൾ തടസ്സമായിട്ട് വരുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പല പല സാഹചര്യങ്ങൾ കടന്നു വന്നിട്ട് തിന്മയുടെ അടയാളങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മാറ്റിവെക്കാനും ഏതെങ്കിലും നാടുകളിൽ വന്നുപോയ ദുസ്വാധീനങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് വിടുതലേക്ക് വരുവാനും കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഓരോ അടയാളവും അതിൻ്റെതായൊരു ശക്തി പേറുന്നുണ്ടല്ലോ. ഈ വർഗീസ് വല്യച്ഛൻ്റെ അടയാളത്തിൻ്റെ പവർ, ആ വല്യച്ഛൻ്റെ കീഴിലുള്ള സർപ്പത്തിൻ്റെ അടയാളത്തിൻ്റെ പവർ പോലും ഞങ്ങൾ ശ്രദ്ധിച്ചു. കർത്താവായ ഈശോയെ, ആഭരണങ്ങളിലുള്ള അടയാളങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് ഞങ്ങൾ കാണുകയുണ്ടായി. ഞങ്ങളുടെ ഭവനങ്ങളിൽ വെച്ചിരിക്കുന്ന കൗതുക വസ്തുക്കളുടെ കാര്യങ്ങളിലുള്ള അടയാളങ്ങൾ പോലും അതിൻ്റെ സ്വാധീനം ഞങ്ങൾ തിരിച്ചറിയുന്നു. വടം വലിക്കുന്ന ടീമിന് നിസ്സാരമായൊരു ചെറിയ കല്ലിൻ്റെ മുഴ മതി പിടിച്ചു നിൽക്കാൻ, കുറ്റി പറഞ്ഞു പോകാതെ ചെറുത്ത് നിൽക്കാൻ. സ്വർഗീയമായ പോരാട്ടത്തിൽ ഞങ്ങൾ ഏർപ്പെടുമ്പോൾ നരകത്തിൻ്റെ കവാടങ്ങൾ പ്രബലപ്പെട്ട് വരാതിരിക്കാൻ നിസ്സാരമായ കാര്യങ്ങൾ പോലും ഞങ്ങൾ ശ്രദ്ധയെടുക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് കോവിഡ് പ്രതിരോധ കാലഘട്ടത്തിൻ്റെ ഒരുപാട് രീതികൾ ഞങ്ങൾ അനുവർത്തിക്കുന്നത് ഞങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ടല്ലോ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പ്രബോധനത്തിന് വെളിപ്പെടുത്തൽ ഞങ്ങൾ നന്ദി പറയുന്നു. ശിശുഭാവത്തോടെ ഞങ്ങൾ അവയെല്ലാം സ്വീകരിക്കുന്നു. അതിൻ്റെ എല്ലാ കരുത്തും ഞങ്ങളുടെ ജീവിതത്തിൽ തുടർന്നുണ്ടായിരിക്കട്ടെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ നമ്മുടെ വിഗ്രഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ ചേർത്ത് വെക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാ രൂപതയുടെ വാഗമൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും ഈശോയെ, അങ്ങയുടെ ദിവികാരൻ്റെ സാന്നിധ്യം കരങ്ങളിൽ സംവഹിച്ചുകൊണ്ട് ഈ വിശുദ്ധ താരേങ്കിൽ കർത്താവ് മക്കളുടെ മുമ്പിൽ അങ്ങയുടെ ആശീർവാദം നൽകുവാനായിട്ട് ദാസം നിൽക്കുന്നു. അങ്ങയുടെ ആശീർവാദം മക്കളിലേക്ക് സമൃദ്ധമായിട്ട് ഒഴുകി ഇറങ്ങട്ടെ. ഈ മക്കളുടെ മേൽ ചൊരിയാൻ അങ്ങ് ആഗ്രഹിക്കുന്ന കൃപാവരങ്ങളെല്ലാം കർത്താവെ ഈ മക്കളിലേക്ക് വന്ന് നിറഞ്ഞ് സകലവിധ തിന്മയുടെ സാന്നിധ്യ സ്വാധീനങ്ങൾ, പ്രത്യേകിച്ചും ഞങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞതായ മേഖലകളിലൂടെ എവിടെയെങ്കിലും കടന്നു വന്ന ദുസ്വാധീനങ്ങൾ മുഴുവനും വിട്ടുപോകാനിട വരട്ടെ. അങ്ങനെ ഞങ്ങൾ അവസരം കൊടുത്തുപോയ നിമിഷങ്ങൾക്കെല്ലാം ഞങ്ങൾ പശ്ചാത്തപിച്ച് മാപ്പ് ചോദിക്കുന്നു. അവ ഞങ്ങൾ ഏറ്റു പറയുന്നു. ഏറ്റവും അടുത്ത അവസ്ഥ കുമ്പസത്യം ഞങ്ങൾ അവ ഏറ്റു പറഞ്ഞുകൊണ്ട് പാപമോചനം പ്രാപിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. കർത്താവ് ഞങ്ങളെ ആശീർവദിച്ച് വലിയ വിടുതലിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായ സംരക്ഷണവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ, നമ്മുടെ ഓരോ നിയോഗത്തോടും പ്രിയപ്പെട്ടവരോടും കൂടെ, ലോകം മുഴുവനോടും കൂടെ വളരെ പ്രത്യേകമായി ശുശ്രൂഷയ്ക്കായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയും ത്യാഗങ്ങൾ സമർപ്പിച്ചും സഹകരിക്കുന്ന ഓരോ മകളോടും മകനോടും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.